ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നും നാളെയായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ റെപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മുടെ മോക്ക് എക്സാമിലെ ക്വസ്റ്റ്യനാണ്. അതായത് മോക്ക് എക്സാം എന്ന് പറയുന്നത് കപ്ലാനിലെ മോക്ക് എക്സാം ആണ്. നമുക്ക് നമ്മുടെ ACCA സ്റ്റഡി ഹബിലെ മോക്ക് എക്സാംസിലെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല. ഒരു മോക്ക് എക്സാം പ്ലാറ്റ്ഫോം ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതിലെ കപ്ലാനിലെ തന്നെ മോക്കിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണേ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ചിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സിലേക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്കും പോവാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ബേസിക്കലി എന്തൊക്കെ ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. Okay, so you should assume that today's date is 1st September 2025. You are an ACCA student working for a firm of accountants. Your manager, uh, Sheila, Sheila Hughes, has asked you to assistance in drafting notes in preparation for an internal meeting to discuss issues raised by Lamar, who is the majority shareholder and managing director of Rep Limited, and his wife, Freya. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലയൻ്റ് ആണ് ലെമാർ. അപ്പോൾ ലെമാറിൻ്റെ കമ്പനിയാണ് റെപ്പ് ലിമിറ്റഡ്, അതേപോലെ ആളുടെ വൈഫ് ഫ്രേയ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലയൻറ്റ്സ്. ദെൻ ബോത്ത് ലെമാർ ആൻഡ് ഫ്രേയ ആർ ക്ലയൻറ്റ്സ് ഓഫ് യുവർ ഫേം. അപ്പോൾ അവർ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലയൻറ്റ്സ് ആണ്. ഓക്കെ, ഇൻ അഡീഷൻ ടു സം എത്തിക്കൽ കൺസിഡറേഷൻ വിച്ച് ഹാവ് ബീൻ റേസ്ഡ് ബൈ യുവർ മാനേജർ, അഡ്വൈസ് ഈസ് റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് the corporation tax issues in relation to proposed purchase of shares by Rep Limited in an overseas company. അപ്പോൾ ഓവർസീസ് ആസ്പെക്ട് ഓഫ് കോർപ്പറേഷൻ ടാക്സ് ഈ ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ടാക്സ് ഉണ്ട്, കോർപ്പറേഷൻ ടാക്സിൻ്റെ ഓവർസീസ് ആസ്പെക്ട് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദി വാല്യൂ ആഡഡ് ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി പർച്ചേസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള വാറ്റിലെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വാറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ദെൻ ദി ഇൻകം ടാക്സ് കോൺസിക്വൻസ് ഓഫ് സീസിങ് ടു ട്രേഡ്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് സീസ് ചെയ്യുമ്പോഴുള്ള ഇൻകം ടാക്സിലുള്ള ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഇൻകം ടാക്സിലെ ട്രേഡിംഗ് ഇൻകത്തിലെ സീസേഷൻ ഇൻകം ടാക്സ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദി ഇൻഹെറിറ്റൻസ് ടാക്സ് കോൺസിക്വൻസസ് ഓഫ് ഗിഫ്റ്റിംഗ് ഓഫ് ഷെയർസ് ടു എ ട്രസ്റ്റ്. അപ്പോൾ ഒരു IHTയുടെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഇതിൽ കോർപ്പറേഷൻ ടാക്സ് ഉണ്ട്, വാറ്റ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, IHT ഉണ്ട്. ഓൾമോസ്റ്റ് CGT ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ദെൻ ദി ഫോളോയിങ് എക്സിബിറ്റ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റെലവെൻറ്റ് ടു ദി ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കുള്ള എക്സിബിറ്റ്സ് റെപ്പ് ലിമിറ്റഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. പേഴ്സണൽ ടാക്സ് അഫയേഴ്സ് ഓഫ് ഫ്രേയ തന്നിട്ടുണ്ട്. ദെൻ ഇമെയിൽ ഫ്രം മാനേജർ. അപ്പോൾ മാനേജറിൻ്റെ ഇമെയിലാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എക്സിബിറ്റിലാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് യെസ്, എക്സിബിറ്റ് 3. ഇപ്പോൾ എക്സിബിറ്റ് 3ൽ നമ്മളോട് പറയുന്നത് ടു ടാക്സ് അസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ടാക്സ് അസിസ്റ്റൻ്റ് ആണ്. ദെൻ ഫ്രം ഷെയ്ല ഹ്യൂഗ്സ് ആൻഡ് ടാക്സ് മാനേജർ. അപ്പോൾ ടാക്സ് മാനേജർ നമുക്ക് അയച്ചിരിക്കുന്നതാണ്. സബ്ജക്റ്റ് ലെമാർ, നമ്മുടെ ക്ലയൻറ്റ്, ഡേറ്റ് തന്നിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ്, ഐ നീഡ് യു ടു പ്രിപ്പയർ സം നോട്ട്സ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ആൻ ഇന്റേണൽ മീറ്റിംഗ് വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി എൻഗേജ്മെൻറ്റ് ടീം. The note should be set out in a manner which will make it easy for you to refer to them during the meeting and should address the following issues. അപ്പോൾ നമുക്ക് മീറ്റിംഗിലേക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു നോട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു നോട്ട് ഫോർ എ മീറ്റിംഗ്, അതാണ് നമ്മുടെ ഇതിലെ റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ എയിലാണ് മിക്കവാറും നമുക്ക് ആ ഒരു സ്ട്രക്ചറിനുള്ള മാർക്ക് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് പ്രൊഫഷണൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ആ ഒരു സ്ട്രക്ചർ, ഇപ്പോൾ നമുക്ക് സെക്ഷൻ എയിൽ ഒന്നില്ലെങ്കിൽ ഒരു മെയിലിനുള്ള റിപ്ലൈ, അല്ലെങ്കിൽ ഒരു മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ഫയൽ പ്രിപ്പയർ ചെയ്യുക, അത് അല്ലെങ്കിൽ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് വേണം. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് നോട്ടാണ്, ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആരാണ് നമ്മുടെ ക്ലയൻറ്റ്. ഓക്കെ, ക്ലയൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ
ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റ് ആരായിരുന്നു അവളുടെ പേര്? ക്ലയന്റിന്റെ പേര് മറന്നല്ലോ. ആ, ലാമാർ ആണ് നമ്മുടെ ക്ലയന്റ്. ഓക്കെ, അപ്പോൾ ലാമാർ, അതേപോലെ ആളുടെ വൈഫ് ശ്രേയ ആൻഡ് റെപ്പ് ലിമിറ്റഡ്. ഇതാണ് നമ്മുടെ ക്ലയൻസ്. ഓക്കെ, ഇനി ആഹ്, ഇത് ഇതിന്റെ ആരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർഡ് ബൈ. ഓക്കെ, അപ്പൊ പ്രിപ്പയർഡ് ബൈ നമ്മൾ ആരാ? ടാക്സ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്ന പൊസിഷൻ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ മെയിൽ അയച്ചിരിക്കുന്നത് ആർക്കാ? ടാക്സ് അസിസ്റ്റന്റിനാ. ടാക്സ് അസിസ്റ്റന്റിനോടാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. സോ പ്രിപ്പയർഡ് ബൈ ടാക്സ് അസിസ്റ്റന്റ്. പിന്നെ നോട്ട്സ് ആകുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു പർപ്പസ്? ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണ്? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മീറ്റിങ്ങിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീറ്റിങ്ങിൽ പ്രസന്റ് ചെയ്യാനുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിസ്കഷൻ ഓഫ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ പർപ്പസിനെ തന്നെയാണ് നമ്മൾ എന്താ സബ്ജക്റ്റ് എന്നും പറയാം. സബ്ജക്റ്റ് ഓർ പർപ്പസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്തിനു വേണ്ടിയിട്ടാ? ഡിസ്കഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് അഫയേഴ്സ്. അതായിരിക്കും വരിക. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവില്ല എന്താണ് നമ്മുടെ റിക്വയർമെന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേസ് അവിടെ ഇടുക, ക്വസ്റ്റ്യൻ തുടങ്ങി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആ തുടക്കം വായിച്ചപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ എന്താ, ഈ റെപ്പ് ലിമിറ്റഡിന്റെ ഓവർസീസ് എക്സ്പാൻഷനും അങ്ങനെയുള്ള, അപ്പോൾ കോർപ്പറേഷൻ ടാക്സ് റിലേറ്റഡും പേഴ്സണൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്കഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് കോർപ്പറേഷൻ ടാക്സ് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അതിന്റെ ഡേറ്റ്. അപ്പോൾ ഡേറ്റ് ഏത് ഡേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 1 സെപ്റ്റംബർ 2025 ആണ്. ഓക്കെ, അപ്പോൾ 1 സെപ്റ്റംബർ 2025 ഇതാണ് നമ്മുടെ ഡേറ്റ്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഇട്ടു. ഇനി നമുക്ക് റിക്വയർമെന്റ്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഫോമ. അപ്പോൾ പ്രൊഫോമ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി റിക്വയർമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റിക്വയർമെന്റ് എ. യെസ്, അപ്പോൾ റിക്വയർമെന്റ് എയിൽ പറയുന്നത് നോളജ് ഒബ്റ്റെയിൻ ഫ്രം അഡ്വൈസിങ് അതർ ക്ലയൻസ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ ഒരു എത്തിക്സിന്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ എയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോളജ് ഒബ്റ്റെയിൻ ഫ്രം അഡ്വൈസിങ് അതർ ക്ലയൻസ്. വി ഹാവ് മെനി എക്സിസ്റ്റിംഗ് ക്ലയൻസ് വിച്ച് ട്രേഡ് ഫ്രം പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് situated overseas. And few years ago, we had a client with a presence in the country of Garia. ഓക്കെ, ഐഡന്റിഫൈ. അപ്പോൾ നമുക്ക് ഓവർസീസിലുള്ള പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ഉള്ള ക്ലയൻസ് നമുക്കുണ്ട്. സോ നമ്മൾ പ്രീവിയസ്ലി എക്സ്പീരിയൻസ്ഡ് ആണ്. ഓവർസീസിലുള്ള ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ ഗാരിയ എന്ന് പറയുന്ന കൺട്രിയിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? ക്ലയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇനി നമ്മുടെ റിക്വയർമെന്റിൽ പറയുന്നത് ഐഡന്റിഫൈ ദി പോയിന്റ്സ് വിച്ച് വുഡ് ബി മെയ്ഡ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദി എക്സ്റ്റെന്റ് വിച്ച് റിപ്പ് ലിമിറ്റഡ് ക്യാൻ ബെനഫിറ്റ് ഫ്രോം ദി നോളജ് അവർ ഫേം ഹാസ് ഗെയിൻ ഫ്രോം അഡ്വൈസിങ് അതർ ക്ലയൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അതർ ക്ലയൻസിൽ അഡ്വൈസ് ചെയ്തതനുസരിച്ച് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് റെപ്പ് ലിമിറ്റഡ് നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പോൾ നമുക്ക് ഇത് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐഡന്റിഫൈ ദി പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഗേരിയ, അപ്പോൾ ഒബ്വിയസ്ലി ഈ റെപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗേരിയയിലായിരിക്കും, അല്ലെങ്കിൽ ഗേരിയയിലായിരിക്കും ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഗേരിയയിൽ നമുക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ എന്ത് ബെനിഫിറ്റ് ആണ് ഇവർക്ക് കിട്ടുക? റെപ്പ് ലിമിറ്റഡിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൽ കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്തുവാ? വി ആർ ഇനഫ് എക്സ്പീരിയൻസ്ഡ്. ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്, എക്സ്പീരിയൻസ്ഡ് ഫ്രോം ദി പ്രീവിയസ് അസൈൻമെന്റ്സ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് അസൈൻമെന്റ്സിൽ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്? എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
സോ എക്സ്പീരിയൻസ് നമുക്കുണ്ട്, അതേപോലെ നമുക്ക് എക്സ്പേർട്ടൈസ്ഡ് ആണെന്ന് പറയാം. ഇനഫ് എക്സ്പേർട്ടൈസ്ഡ് അല്ലെ, നമ്മൾ ഓവർസീസിൽ നമുക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇപ്പൊ ഗേരിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ കുറേ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ട് ഡീൽ ചെയ്ത് നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ വി ആർ ഇനഫ് എക്സ്പീരിയൻസ്ഡ്, എക്സ്പേർട്ടൈസ്ഡ്. ഓക്കെ, അപ്പൊ നമ്മളിതിൽ എക്സ്പേർട്ടൈസ്ഡ് ആണ്, നമുക്ക് ഇനഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ അതേപോലെ ഓൾറെഡി നമുക്ക് ഗേരിയയിൽ പ്രീവിയസ്ലി ക്ലയൻസ് ഉണ്ടല്ലോ. അപ്പൊ ക്ലയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരേ കൺട്രിയിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വരികയാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ ഒരു ക്ലയന്റിനെ എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ എപ്പോഴും നോക്കുമല്ലോ, എന്തെങ്കിലും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് ത്രെറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലും നമുക്ക് ഓൾറെഡി ഗേരിയയിൽ പ്രീവിയസ്ലി വി ഹാഡ് സം ക്ലൈംസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റെപ്പ് ലിമിറ്റഡിന്റെ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ വരികയാണ്. അപ്പോൾ ഈസ് ദർ എനി ത്രെറ്റ് ടു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യും. ഒരിക്കലും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് ഒരു ത്രെറ്റ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഓൾറെഡി നമുക്ക് ഗേരിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ട് നമ്മുടെ ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഈ പുതിയ റെപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ക്ലയന്റ് വരുമ്പോഴും അവിടെ ഏത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ബ്രേക്ക് ആവാനാണ് ചാൻസ്? അതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിന് ഒരു ത്രെറ്റും വരാതെ നോക്കണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ആദ്യത്തെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റെപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി, നമ്മുടെ പുതിയ ക്ലയന്റ് ആയിട്ടുള്ള റെപ്പ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും കമ്പനീസിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ കണക്ഷനിലൂടെ, പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ റിലേഷനിലൂടെ ഗെയിൻ ചെയ്ത എന്തെങ്കിലും ഇൻഫർമേഷൻസ് റെപ്പ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാനോ, ഇനി റെപ്പ് ലിമിറ്റഡിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് മറ്റേതെങ്കിലും ക്ലയൻസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനോ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതൊരു എത്തിക്സിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പെസിഫിക്കലി ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എക്സാംസിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക. നമുക്ക് ജനറലി എല്ലാ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും മീറ്റ് ചെയ്യുന്നുണ്ട്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ATA ഇതിൽ കപ്ലാൻ കിറ്റിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ കിടക്കുന്നത്, കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ഉള്ള എത്തിക്സിൽ ഇങ്ങനെ സ്പെസിഫിക്കലി ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 2-3 പോയിന്റ്സ് എങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇതിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നമ്മുടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, നമ്മൾ എക്സ്പേർട്ടൈസ്ഡ് ആണ്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അവിടെ എന്താവരുത്, ബ്രേക്ക് ആവരുത് എന്നുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റിക്വയർമെന്റിലേക്ക്, ഞാൻ കംപ്ലീറ്റ് ആൻസറിങ് ചെയ്തിട്ടല്ല പോകുന്നത്, ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യും. അല്ലാതെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ബി റിക്വയർമെന്റ് നോക്കിയേ. ബി റിക്വയർമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജെയ് ലിമിറ്റഡ് ബൈ റെപ്പ് ലിമിറ്റഡ്. ഓക്കെ, ഇത് എക്സിബിറ്റ് 1 ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ എക്സിബിറ്റിലേക്ക് പോവാം. റെസിഡൻസി ഓഫ് ജെയ് ലിമിറ്റഡ്. Explanations of the relevance of the country of residency of J Limited in relation to the amount of corporation tax payable in the UK and Garia in respect of its profits, and the relief available to Rep Limited if J Limited business in Garia were to make a trading loss. Okay, before you start, take some time to identify the different possibilities which need to be addressed, recognizing that it is not yet not that percentage of J Limited will be owned by Rep Limited.
ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ജെയ് ലിമിറ്റഡ് റെപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ റെപ്പ് ലിമിറ്റഡ് ജെയ് ലിമിറ്റഡ് ഗേരിയയിലുള്ള ഇതാണ്. നമ്മൾ സിനാരി ഒന്നും വായിച്ചിട്ടില്ല, റിക്വയർമെൻറ്റിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ജെയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗേരിയ എന്ന് പറയുന്ന കൺട്രിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ഓക്കെ. നമ്മുടെ റെപ്പ് ലിമിറ്റഡ് യു കെയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ റെപ്പ് ലിമിറ്റഡ് ജെയ് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഫോർ യു സ്റ്റാർട്ട്, ടേക്ക് സം ടൈം ടു ഐഡന്റിഫൈ ദി ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് വിച്ച് നീഡ് ടു ബി അഡ്ജസ്റ്റ്. ഓക്കെ. അപ്പോൾ recognizing that it is not yet known what percentage of lame limited will be owned by rep limited. അപ്പോൾ ഇത് റെപ്പ് ലിമിറ്റഡ് ജെയ് ലിമിറ്റഡിനെ ഓൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എന്ന് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട്, എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ 10 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ബി റിക്വയർമെൻറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിനി സിനാരിയോ വായിക്കാം. വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എക്സിബിറ്റ് 1 നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ എക്സിബിറ്റ് 1 പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജെയ് ലിമിറ്റഡ്. ദി ഡയറക്ടർ ഓഫ് റെപ്പ് ലിമിറ്റഡ് ആർ ഇൻ ഡിസ്കഷൻ വിത്ത് ദി മാനേജ്മെന്റ് ഓഫ് ക്രോ ലിമിറ്റഡ്, ആൻ അൺകണക്റ്റഡ് കമ്പനി, റിഗാർഡിംഗ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ കമ്പനി ജെയ് ലിമിറ്റഡ്. Both Rep Limited and Crow Limited are UK resident companies which prepare accounts to 31st March each year. Jay Limited would commence trading on 1st April 2026 and carry on its business activities in the country of Garea, where it would manufacture computer components. Business profits generated in Garea are subject to 13% business tax in that country. There is no double tax treaty between UK and Garea. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താ, ഒരു സെക്കൻഡ്, അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിൽ പോവാം. ഓക്കെ. ഇനി സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ പോർഷൻ വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്, റെപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ ക്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ നമ്മുടെ ക്ലൈൻ്റ് ആയിട്ടുള്ള റെപ്പ് ലിമിറ്റഡും ക്രോ ലിമിറ്റഡും ഡിസ്കഷനിലാണ് എന്തിനു വേണ്ടിയിട്ട്, പുതിയൊരു ജെയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. ആ പുതിയ ജെയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഗേരിയ എന്ന് പറയുന്ന കൺട്രിയിലാണ്. ഓക്കെ. അപ്പോൾ ഗേരിയയിൽ കോർപ്പറേഷൻ ടാക്സ് ഉണ്ട്. കോർപ്പറേഷൻ ടാക്സ് പെർസെൻറ്റേജ് 13% ആണ്. യു കെയും ഗേരിയയും തമ്മിലൊരു ഡബിൾ ടാക്സേഷൻ ട്രീറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞു. ഓക്കെ. അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ക്രോ ലിമിറ്റഡ് ഈസ് പ്രപ്പോസിംഗ് ദാറ്റ് റെപ്പ് ലിമിറ്റഡ് വുഡ് ഓൺ 30% ഓഫ് ദി ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ ഓഫ് ജെയ് ലിമിറ്റഡ്, വിച്ച് ക്രോ ലിമിറ്റഡ് ഓണിംഗ് ദി റിമൈനിങ് 70%. However, Lemar and his fellow directors regard this potential investment as somewhat risky, such that if they decided to proceed, they may prefer to own just 20% of J Limited rather than 30%. If Rep Limited owns 20%, then Crow Limited would increase its holding to 80%. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ക്രോ ലിമിറ്റഡും റെപ്പ് ലിമിറ്റഡും പ്രപ്പോസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് റെപ്പ് ലിമിറ്റഡ് 30%, ക്രോ ലിമിറ്റഡ് 70% എന്നുള്ള കണക്കിലാണ്. ഓക്കെ. അപ്പോൾ ഈ റെപ്പ് ലിമിറ്റഡിൽ ഉള്ള ബാക്കിയുള്ള ഡയറക്ടേഴ്സിന് ഇതൊരു റിസ്കി ആയിട്ടുള്ള ബിസിനസ് ഏരിയ ആണ് എന്ന് തോന്നിയത് കൊണ്ട് അവർ പറയുകയാണ് 20% ഹോൾഡ് ചെയ്യാം, 20% ഷെയർ എടുക്കാം, 80% ഷെയർ മറ്റവർക്ക് കൊടുക്കാം എന്നുള്ളൊരു സജഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ ജെയ് ലിമിറ്റഡ് will have no source of taxable income other than its trading profits and will not make any chargeable gains during the year ending 31st March 2027. അപ്പോൾ ജെയ് ലിമിറ്റഡിന് ട്രേഡിംഗിൽ നിന്നുള്ള ഇൻകം മാത്രമേ ഉള്ളൂ, മറ്റ് ഇൻകംസ് ഒന്നും ജെയ് ലിമിറ്റഡിന് ഇല്ല. ക്യാപിറ്റൽ ഗെയിൻസോ വേറെ ഏതെങ്കിലും സോഴ്സോ ഇൻകംസ് ജെയ് ലിമിറ്റഡിന് ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ജെയ് ലിമിറ്റഡ്'s tax adjusted trading profit for the year ending 31st March 2027 is budgeted to 135,000. ഓക്കെ. അപ്പോൾ കമ്മിങ് ഇയറിലെ അവരുടെ ഒരു ബഡ്ജറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് 135,000 ആയിരിക്കും ജെയ് ലിമിറ്റഡിൽ.
ഓൾ ഓഫ് വിച്ച് വിൽ റിലേറ്റ് ടു ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻ ഗേരിയ. ഇപ്പോൾ ഗേരിയ എന്ന് മാത്രമുള്ള പ്രോഫിറ്റ് ആണത്. ഹൗ ദർ ഈസ് ദി പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി ലോസ് മേക്കിംഗ് ഐദർ ദാറ്റ് ടാക്സ് ഇയർ ഓർ ഇൻ ദി ഫ്യൂച്ചർ ഇയർ. ഓക്കെ, ചിലപ്പോൾ എന്താവാം, ഫ്യൂച്ചർ ഇയറിലോ അല്ലെങ്കിൽ ആ ടാക്സ് ഇയറിലോ ലോസ് ജനറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 70-30 ആണ്. അപ്പോൾ 20-80 ആക്കാനുള്ള ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ചു. ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? അഡീഷണൽ ഇൻഫർമേഷൻസ് ഇതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? റെപ്പ് ലിമിറ്റഡ് ഹാസ് നോട്ട് ബീൻ ഇൻവോൾവ് ഇൻ എ ജോയിന്റ് വെഞ്ചർ of this nature before, as no experience of carrying of business outside the UK. Lemar told me that he had been provided with the following additional relevant informations. Okay, അപ്പോൾ റെപ്പ് ലിമിറ്റഡിന് ഓവർസീസിലൊരു എന്തില്ല, ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേറെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് അവർ നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത്, it has not yet been determined whether J Limited will be resident in the UK or in Garia. Okay, then if J Limited is resident in the UK, it will be carrying on its business through a permanent establishment in Garia and will consider making an election to exempt its overseas trading profits from the UK tax. Okay, confirmation has been received. If J Limited is resident in Garia, this will not result a charge under CFC rules. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലെമാറിന് വേണ്ടത് ഈ പറയുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് ലെമാറിന് വേണം. ഓക്കെ, ലെമാർ ടോൾ മീ ദാറ്റ് ഹി ഹാഡ് ബീൻ പ്രൊവൈഡഡ് വിത്ത് ദി ഫോളോയിങ് അഡീഷണൽ റെലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ വായിച്ചു. ജെ ലിമിറ്റഡ്, അതേപോലെ റെപ്പ് ലിമിറ്റഡ്, ഇതിൽ കുറേ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടുന്ന് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും? ഓക്കെ, എങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ റിക്വയർമെൻ്റ് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റിക്വയർമെൻറ്റിൽ വേണ്ടത് എന്താ? എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലനേഷൻ ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലനേഷൻ ഓഫ് ദി റെലവൻസ് ഓഫ് കൺട്രി ഓഫ് റെസിഡൻസി ജെ ലിമിറ്റഡ് ഇൻ റിലേഷൻ ടു the amount of corporation tax payable in the UK and Garia in respect of its profit. അപ്പോൾ ജെ ലിമിറ്റഡിൻ്റെ റെസിഡൻസിനെ ബേസ് ചെയ്തിട്ട് എത്ര ടാക്സ് വരും, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറിങ് ആദ്യം തുടങ്ങാം. ഇതൊരു പെർമനൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ അത് പെർമനൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ജെ ലിമിറ്റഡ്, നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജെ ലിമിറ്റഡ് ഈസ് റെസിഡൻറ്റ് ഇൻ ദി UK. ഓക്കെ, ജെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി UK, റെപ്പ് ലിമിറ്റഡ് UK റെസിഡൻറ്റ് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ UK റെസിഡൻറ്റ് കമ്പനി ആവുമ്പോൾ ദിസ് കമ്പനി ഇറ്റ് ഈസ് ലയബിൾ ടു, ഇപ്പോൾ UK റെസിഡൻറ്റ് കമ്പനി ആകുമ്പോൾ അവർ വേൾഡ് വൈഡ് ഇൻകത്തിൻ്റെ മേലെ UK ടാക്സ് പേ ചെയ്യണ്ടേ? അപ്പോൾ റെപ്പ് ലിമിറ്റഡ് ഈസ് റെസിഡൻറ്റ് ഇൻ ദി UK, സോ ഇറ്റ് ഈസ് ലയബിൾ ടു പേ കോർപ്പറേഷൻ ടാക്സ് ഓൺ വേൾഡ് വൈഡ് ഇൻകം. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡ് ഇൻകത്തിൻ്റെ മേലെ UK കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യാൻ ഇവർ ലയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവർ പെർമനൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ഓവർസീസിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, if J Limited as a permanent establishment in Garia, ഏരിയയിലെ പെർമനൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ റെപ്പ് ലിമിറ്റഡ് ഈസ് ലയബിൾ ടു പേ ടാക്സ് ഇൻ ദി UK. ഓക്കെ, അപ്പോൾ UK അവർക്ക് എന്തായാലും ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ UK അവർ ടാക്സ് പേ ചെയ്യുമ്പോൾ എന്ത് കിട്ടും അവർക്ക്? they will get the
DTR. അവർക്ക് ഡബിൾ ടാക്സേഷൻ റിലീഫ് കിട്ടും. അപ്പോൾ ഡബിൾ ടാക്സേഷൻ റിലീഫ് എങ്ങനെയാണ് കിട്ടുക? DTR ഓൺ യൂണിലാറ്ററൽ ബേസിസ്. അതായത് ഒരു കൺട്രിയുമായിട്ട് UK എന്താ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് മറ്റ് കൺട്രിയുമായിട്ട് എന്താണ് ടാക്സ് ട്രീറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നില്ലേ, UK-യും ഗേരിയും തമ്മിൽ എന്തില്ല, ടാക്സ് ട്രീറ്റി ഇല്ല. അപ്പോൾ രണ്ട് കൺട്രീസ് തമ്മിൽ ടാക്സ് ട്രീറ്റി ഉണ്ടെങ്കിൽ ആ ടാക്സ് ട്രീറ്റിയിലാണ് പറയുക എങ്ങനെയാണ് DTR കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ UK-യും മറ്റേ കമ്പനി ഗേരിയും തമ്മിൽ എന്തില്ല, ടാക്സ് ട്രീറ്റി ഇല്ല. അപ്പോൾ ടാക്സ് ട്രീറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂണിലാറ്ററൽ ബേസിസിൽ ടാക്സ് റിലീഫ് കൊടുക്കും, DTR നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ റെപ്പ് ലിമിറ്റഡ് UK റെസിഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവർക്ക് ഓവർസീസിൽ നിന്ന് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ഓവർസീസിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേലെ UK-യിൽ അവർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഓക്കെ. അപ്പം ഇനി ഇതിൻ്റെ നമുക്കൊരു കമ്പ്യൂട്ടേഷനും കൂടെ, സപ്പോർട്ടിങ് കാൽക്കുലേഷനും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കട്ടെ, ഇവിടെ പോയി നമുക്ക് റെപ്പ് ലിമിറ്റഡിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ ടാക്സേഷൻ എങ്ങനെ വരുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കമ്പ്യൂട്ടേഷനും കൂടെ സപ്പോർട്ടിങ് കാൽക്കുലേഷൻ ആയിട്ടും കൊടുത്തേക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവർക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്? ഗേരിയയിൽ ഇവർ ബഡ്ജറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് 135,000 ആണ്. ഓക്കെ. അപ്പോൾ ജെയ് ലിമിറ്റഡിൻ്റെ എന്താ പറയുക, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 135,000 ആണ്. അപ്പോൾ അതിൻ്റെ മേലെ ഇവര് UK-യിൽ റെപ്പ് ലിമിറ്റഡ് UK-യിൽ പേ ചെയ്യേണ്ടി വരാം. എത്ര പേ ചെയ്യേണ്ടി വരും? 135,000. അതായത് UK-യിൽ ഇവർ പേ ചെയ്യേണ്ട UK കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എത്ര വരും എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഇവർക്ക് 135,000 എന്തുണ്ട്? ഇൻകം ഉണ്ട്. ഓക്കെ. ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ട്. മറ്റൊരു ഇൻകം ഉള്ളതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ 135,000-ന്റെ മേലെ UK-യിലുള്ള ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ UK-യിലുള്ള ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക? നമുക്ക് UK ടാക്സ് പെർസെൻറ്റേജ് ഒന്നല്ലെങ്കിൽ 19% അല്ലെങ്കിൽ 25% ആയിരിക്കും. അപ്പോൾ ഈ 19% ആണോ 25% ആണോ ടാക്സ് പേ ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ റെപ്പ് ലിമിറ്റഡും അതേപോലെ എന്തും വന്നു, ജെയ് ലിമിറ്റഡും രണ്ട് കമ്പനീസ് വന്നില്ല. അപ്പോൾ നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും റെഡ്യൂസ് ആവും. നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ട് സിറ്റുവേഷനിൽ റെഡ്യൂസ് ആവില്ലേ? ഒന്നെങ്കിൽ ഒന്നിലധികം കണക്റ്റഡ് കമ്പനീസ് ഉണ്ടെങ്കിൽ, അസോസിയേറ്റഡ് കമ്പനീസ് ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും റെഡ്യൂസ് ആവും. അക്കൗണ്ടിങ് പീരീഡ് ഷോർട്ട് ആണെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും റെഡ്യൂസ് ആവും. അപ്പോൾ ഇവിടെ ജെയ് ലിമിറ്റഡ് അതേപോലെ റെപ്പ് ലിമിറ്റഡ് രണ്ട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്പർ ലിമിറ്റ് എത്രയാണ്? 250,000 അല്ലേ? സോ 250,000 എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ ഇവരുടെ അപ്പർ ലിമിറ്റ് 125,000 ആയിരിക്കും അപ്പർ ലിമിറ്റ്. ഓക്കെ. അപ്പോൾ ഈ ജെയ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 135,000 ആണ്. ഓക്കെ. അതായത് ടാക്സ് അഡ്ജസ്റ്റഡ്, ഈ ഷോർട്ട് ഫോംസ് ഒന്നും എക്സാമിന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ജെയ് ലിമിറ്റഡിന് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് 135,000 ഉണ്ട്. അപ്പോൾ ഇവരുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 125,000 ആണ്. അപ്പോൾ 125-നേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഇവർക്കുണ്ട്, ടാക്സിബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യുക 135,000-ന്റെ 25% കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യും. ഓക്കെ. പിന്നെ ഇവർക്ക് എന്ത് കിട്ടും? ഡബിൾ ടാക്സേഷൻ റിലീഫ് കിട്ടും. ഓക്കെ. DTR കിട്ടും. അപ്പോൾ DTR നമ്മളെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? ഈ DTR നമുക്ക് ഓവർസീസിൽ പേ ചെയ്ത ടാക്സ് ഇവിടുന്ന് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ നമ്മൾ വായിച്ചപ്പോൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, ഗേരിയയിലെ ടാക്സ് പെർസെൻറ്റേജ് 13%. ഓക്കെ. അപ്പോൾ 135,000 ഇവർക്ക് ടാക്സ് 135,000 ട്രേഡിംഗ് ഇൻകം ഉണ്ടെങ്കിൽ
അതിൻ്റെ 13% അവർ ഗേരിയയിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു 17,550 ഗേരിയയിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. യു കെയിൽ വരുന്ന ടാക്സ് ലയബിലിറ്റി 33,750 ആണ്. അപ്പോൾ DTR ഡിഡക്റ്റ് ചെയ്ത് ഇത്ര എമൗണ്ട് ഓഫ് 16,200 ആണ് യു കെയിലെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഇവർക്ക് വരാം. കോർപ്പറേഷൻ ടാക്സ് പേയബിൾ. ഓക്കെ, CT ഇടാൻ പാടില്ല, കോർപ്പറേഷൻ ടാക്സ് തന്നെ ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓവർസീസിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ജെ ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് യു കെയിൽ ഇത്ര എമൗണ്ട് കോർപ്പറേഷൻ ടാക്സ് വരും. 16,200 അവർക്ക് കോർപ്പറേഷൻ ടാക്സ് വരും. ഓക്കെ, അപ്പോൾ ഈ അപ്പർ ലിമിറ്റ് റെഡ്യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് 125,000 നമ്മൾ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക. ഓക്കെ, എന്താണ്, ഇവർ കണക്റ്റഡ് കമ്പനീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എന്താവും, രണ്ട് അസോസിയേറ്റഡ് കമ്പനീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഇത് റെഡ്യൂസ്ഡ് ആവും എന്നുള്ളത് പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മളപ്പോൾ ആദ്യം എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി യെസ്, അപ്പം നമ്മൾ ഈ ആദ്യത്തെ ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ജെ ലിമിറ്റഡ് റെസിഡന്റ് ഇൻ ദി UK, it will be carrying on its business through a permanent establishment in Garia. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ഓവർസീസിൽ ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓവർസീസിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ടാക്സ് വരുന്നുള്ളത് നമ്മൾ ഇത് ചെയ്തു. ഇനി അതേപോലെ അടുത്തൊരു സിറ്റുവേഷൻ നമ്മളോട് പറയുന്നത്, ഇഫ് ജെ ലിമിറ്റഡ് റെസിഡന്റ് ഇൻ ദി UK, ജെ ലിമിറ്റഡ് ഇവർ യു കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ വിൽ ബി ക്യാരിങ് ഓൺ ഇറ്റ്സ് ബിസിനസ് ത്രൂ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ഗേരിയ. അതായത് ഇവർ യു കെയിൽ ജെ ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ജെ ലിമിറ്റഡ് യു കെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കമ്പനി യു കെയിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് എന്ത് നടത്തുന്നു? ഓവർസീസിൽ ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന അഡീഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഡൗട്ട്. അസോസിയേറ്റഡ് കമ്പനി ആയിട്ട് പ്രോ ലിമിറ്റഡിനെ ഇവിടെ നമ്മൾ അസോസിയേറ്റഡ് കമ്പനി ആയിട്ട് പ്രോ ലിമിറ്റഡിനെ ഒരു സെക്കൻഡേ, ചെറിയൊരു ഓക്കെ, ഇവിടെ നമുക്ക് ക്രോ ലിമിറ്റഡിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. ഓക്കെ, ക്രോ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു അൺകണക്റ്റഡ് കമ്പനിയാണ്. ഇവിടെ ക്രോ ലിമിറ്റഡിന്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് കണ്ടില്ലേ? ദി ഡയറക്ടേഴ്സ് ഓഫ് റെപ്പ് ലിമിറ്റഡ് ആർ ഇൻ ഡിസ്കഷൻ വിത്ത് ദി മാനേജ്മെന്റ് ഓഫ് ക്രോ ലിമിറ്റഡ്. അതായത് ക്രോ ലിമിറ്റഡ് ഒരു അൺകണക്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഈ റെപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ക്രോ ലിമിറ്റഡുമായിട്ട് ഡിസ്കഷൻ നടത്തുകയാണ് ഒരു പുതിയ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതായത് പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് ജെ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ആ ജെ ലിമിറ്റഡിൽ ഇവർക്ക് ഷെയർ ഹോൾഡിംഗ് വരികയാണെങ്കിൽ,
അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് എന്താവില്ല, നമുക്ക് എവിടെ ഷെയർ ഹോൾഡിംഗ് ഇല്ല, ഈ ക്രോ എന്ന് പറയുന്ന കമ്പനിയിൽ റെപ്പ് ലിമിറ്റഡിന് ഷെയർ ഹോൾഡിംഗ് ഒന്നുമില്ല. ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവുക ജെയ് ലിമിറ്റഡിലാണ്. ഓക്കെ, അപ്പോൾ അതൊരു നമുക്ക് ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, അസോസിയേറ്റഡ് കമ്പനി ആവുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇനി നമ്മുടെ ഇതിലുള്ള അടുത്ത സിറ്റുവേഷൻ നോക്കി. അടുത്ത സിറ്റുവേഷൻ ഇതിലെന്താ പറയണേ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇഫ് ജെയ് ലിമിറ്റഡ് ഈസ് റെസിഡൻറ്റ് ഇൻ ദി UK and will be carrying on its business through a permanent establishment in Garia and will consider okay. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ അപ്പോൾ നമ്മുടെ ഈ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഡിറ്റർമിൻ വെദർ ജെയ് ലിമിറ്റഡ് വിൽ ബി റെസിഡൻറ്റ് ഇൻ ദി UK ഓർ ഇൻ ഗേരിയ. അപ്പോൾ ഗേരിയയിൽ, അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇവർ ഗേരിയയിലാണോ UK ജെയ് ലിമിറ്റഡ് റെസിഡൻ്റ് ആവുക എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങുമ്പോൾ അത് പെർമനൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് തുടങ്ങണോ അതോ ഒരു കമ്പനി ത്രൂ ചെയ്യണം, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു, പെർമനൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ അത് UK റെസിഡൻ്റ് ആയിട്ടുള്ള കമ്പനി ആയിട്ട്, അപ്പോൾ ഈ രണ്ടാമത് പറയുന്ന പോയിന്റ് എന്താ, UK റെസിഡൻ്റ് ആയിട്ട് ഈ ജെയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി UK സ്റ്റാർട്ട് ചെയ്തു, കമ്പനി സ്റ്റാർട്ട് ചെയ്തത് UK ദെൻ UK സ്റ്റാർട്ട് ചെയ്ത ജെയ് ലിമിറ്റഡ് ബിസിനസ് ചെയ്യുന്നത് ഗേരിയ എന്ന് പറയുന്ന കൺട്രിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഈ ജെയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി UK റെസിഡന്റ് കമ്പനി, പുതിയതായിട്ട് ഫോം ചെയ്യുന്ന കമ്പനി UK റെസിഡന്റ് ആണ്. ഇവർക്കൊരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് ഗേരിയയിൽ. അപ്പോൾ ഗേരിയയിൽ പുതിയൊരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുമ്പോൾ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ലല്ലോ, ബിസിനസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ബിസിനസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന കംപ്ലീറ്റ് പ്രോഫിറ്റിനും UK ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ്. അപ്പോൾ DTR അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ സെയിം കമ്പ്യൂട്ടേഷൻ ആണ് വരിക. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ സെയിം കമ്പ്യൂട്ടേഷൻ തന്നെ വരും. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇഫ് ജെയ് ലിമിറ്റഡ് റെസിഡന്റ് ഇൻ ദി UK ആൻഡ് ഓപ്പറേറ്റ് ബിസിനസ് ഇൻ ഗേരിയ ആസ് എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, അപ്പോൾ ജെയ് ലിമിറ്റഡ് UK സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്, അതിന്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗേരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സംഭവം പറഞ്ഞു. ഓക്കെ, സോ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ entity. It's an extension to the company. ഓക്കെ, അപ്പോൾ അതൊരു കമ്പനിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സോ ദേ ആർ ലയബിൾ ടു പേ ടാക്സ് ഇൻ ദി UK even they are paying tax in overseas country. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ജെയ് ലിമിറ്റഡ് UK റെസിഡൻ്റ് ആണെങ്കിലും അതിൻ്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓവർസീസിൽ ടാക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ റേസ് ചെയ്യുന്ന അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇറ്റ്സ് എ എക്സ്റ്റൻഷൻ ഓഫ് ദി ബിസിനസ് ടു ആൻ ഓവർസീസ് കൺട്രി. അപ്പോൾ ഓവർസീസ് കൺട്രിയിൽ റേസ് ചെയ്യുന്ന എമൗണ്ടിന് UK ടാക്സ് പേ ചെയ്യാൻ ഇവർ ലയബിൾ ആകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓവർസീസിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ UK ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ദേ ക്യാൻ ക്ലെയിം ഫോർ DTR. ഓക്കെ, ഡബിൾ ടാക്സേഷൻ റിലീഫിനുള്ള ക്ലെയിം അവർക്ക് നടത്താം. ഓക്കെ, അപ്പോൾ ഇതേ സെയിം കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി ഈ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ UK ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതൊരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ഓവർസീസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് UK വരുന്ന ടാക്സ് ഇത്ര തന്നെയായിരിക്കും. നമ്മൾ ഓൾറെഡി ആ കമ്പ്യൂട്ടേഷൻ നേരത്തെ ചെയ്തു, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് ഓൾറെഡി ചെയ്തു. അപ്പോൾ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് 135 ആണ് വരിക. അതിൻ്റെ UK ടാക്സ് 33,750 വരും. DTR ഓവർസീസിൽ പേ ചെയ്ത ടാക്സ് വരും. UK ടാക്സ് ലയബിലിറ്റി ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ വരിക. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ അയാൾക്ക് അഡീഷണലി വേണ്ട ഇൻഫർമേഷൻ ഇതായിരുന്നു: ജെ ലിമിറ്റഡ് യു കെയിൽ റെസിഡന്റ് ആവുകയും ജെ ലിമിറ്റഡിന്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ഗേരിയയിൽ ബിസിനസ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻ. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തു, കാൽക്കുലേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെ നമ്മളോട് അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത്, കൺഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ദാറ്റ് ഇഫ് ജെ ലിമിറ്റഡ് ഈസ് റെസിഡന്റ് ഇൻ ഗേരിയ ദിസ് വിൽ നോട്ട് റിസൾട്ട് എ ചാർജ് അണ്ടർ CFC റൂൾസ്. ഓക്കെ, അപ്പോൾ ഇനി ജെ ലിമിറ്റഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ, ജെ ലിമിറ്റഡ് ഗേരിയയിലാണ് റെസിഡന്റ് ആവുന്നതെങ്കിൽ, അപ്പോൾ പുതിയതായിട്ടുള്ള ഈ ഒരു ജെ ലിമിറ്റഡ്, ഇഫ് ജെ ലിമിറ്റഡ് റെസിഡന്റ് ഇൻ ഗേരിയ. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി, ജെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗേരിയയിലാണെന്നുണ്ടെങ്കിൽ, ദി കമ്പനി ഡോണ്ട് ഹാവ് എനി കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഇൻ ദി UK. ഓക്കെ, അപ്പം അങ്ങനെയല്ലേ? അതായത് പുതിയതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അത് വേറൊരു കൺട്രിയിലാണ്. ഓക്കെ, അപ്പോൾ ആ കൺട്രിയിൽ റേസ് ചെയ്യുന്ന പ്രോഫിറ്റിന് ആ കൺട്രിയിൽ മാത്രം ടാക്സ് അടച്ചാൽ മതി, UK ടാക്സ് ഉണ്ടാവില്ല. ഓക്കെ, ദി കമ്പനി വിൽ liable to pay tax in Garia ഓൺലി. അപ്പോൾ ഇത് ജെ ലിമിറ്റഡ് ഓവർസീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഓവർസീസ് റെസിഡന്റ് കമ്പനി ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ, ഈ UK ടാക്സ് ലയബിലിറ്റി ഒന്നും വരില്ല, ഗേരിയയിലുള്ള ടാക്സ് മാത്രം അവർ പേ ചെയ്താൽ മതി. ദെൻ എനി എമൗണ്ട് ഡിറൈവ്ഡ് ടു UK ആസ് ഡിവിഡൻഡ് ഇറ്റ് വിൽ ബി എക്സെപ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയിലേക്ക്, അപ്പോൾ ഗേരിയയിൽ ഇവർ പുതിയൊരു കമ്പനി ഗേരിയയിൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഡിവിഡൻ്റ് ആയിട്ട് UK ഫണ്ട് കൊണ്ടുവരികയാണെങ്കിൽ ഡിവിഡൻഡ് ഇൻകം UK എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു പോസിബിലിറ്റി. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇവർക്ക് അഡീഷണലി വേണ്ട ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, പുതിയതായിട്ടൊരു ജെ ലിമിറ്റഡ് എന്ന് പറയുന്ന സംഭവം, പുതിയതായിട്ട് രണ്ട് കമ്പനീസ് ചേർന്ന് പുതിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് ടാക്സ് ഇംപ്ലിക്കേഷൻ. ദെൻ UK കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനിയുടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓവർസീസിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻ. ഇനി ഓവർസീസിൽ തന്നെയാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ റിക്വയർമെന്റിലുള്ള എല്ലാം കഴിഞ്ഞോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് നമ്മുടെ റിക്വയർമെന്റിൽ പറഞ്ഞത് എന്താ, എക്സ്പ്ലനേഷൻ ഓഫ് ദി റെലവൻസ് ഓഫ് ദി കൺട്രി ഓഫ് റെസിഡൻസി ജെ ലിമിറ്റഡ് ഇൻ റിലേഷൻ ടു, അതായത് ജെ ലിമിറ്റഡ് UK റെസിഡന്റ് ആണെങ്കിലും ഓവർസീസ് റെസിഡന്റ് ആണെങ്കിലും എന്തൊക്കെയാണ് കോർപ്പറേഷൻ ടാക്സ് പേയബിൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓവർസീസിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, UK റെസിഡന്റ് ആണെങ്കിൽ, ഓവർസീസിൽ റെസിഡന്റ് ആണെങ്കിൽ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ, ദി റിലീഫ് available to Rep Limited if J Limited's business in Garia were to make a trading loss. ഓക്കെ, അപ്പോൾ ഇവർ ട്രേഡിങ്ങിൽ ലോസ് ആണ് റെപ്പ് ലിമിറ്റഡ് മറ്റേ ജെ ലിമിറ്റഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള പാർട്ട് ഇതാണ്, ദി റിലീഫ് അവൈലബിൾ ടു റെപ്പ് ലിമിറ്റഡ് ഇഫ് ജെ ലിമിറ്റഡ് ബിസിനസ് ഇൻ ഗേരിയ വേർ ടു മേക്ക് എ ട്രേഡിംഗ് ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജെ ലിമിറ്റഡ്, ഇഫ് ജെ ലിമിറ്റഡ് മേക്ക് എ ട്രേഡിംഗ് ലോസ്, ട്രേഡിംഗ് ലോസ് ജെ ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ട്രേഡിംഗ് ലോസ് ആണ് ജെ ലിമിറ്റഡിൽ ഉണ്ടാവുന്നതെങ്കിൽ, ഇപ്പം ജെ ലിമിറ്റഡിൽ ട്രേഡിംഗ് ലോസ് വന്നു. ഓക്കെ, അപ്പോൾ ജെ ലിമിറ്റഡിൽ ട്രേഡിംഗ് ലോസ് വരികയാണ്. ദെൻ
ഉം, if J Limited is resident in area, the loss relief can transfer to. അപ്പൊ നമുക്ക് ഗേരിയയിൽ ഇപ്പൊ ഈ ജെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ലോസ് വന്നു. അപ്പൊ ലോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് റെപ്പ് ലിമിറ്റഡിന് കിട്ടുക? അപ്പോൾ ഈ ജെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗേരിയയിലാണ് റെസിഡന്റ് എങ്കിൽ, ഇവർ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കമ്പനി ഗേരിയയിലാണെന്നുണ്ടെങ്കിൽ അത് വേറെ കൺട്രി അല്ലേ. അപ്പൊ ആ കൺട്രി മറ്റൊരു കൺട്രിയിൽ, യു കെയിൽ റെസിഡന്റ് അല്ലാത്തൊരു കൺട്രിയിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിനെ യു കെ റെസിഡന്റ് കമ്പനി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡിംഗ് ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇഫ് ജെ ലിമിറ്റഡ് മേക്ക് എ ട്രേഡിംഗ് ലോസ് ആൻഡ് ഇഫ് ജെ ലിമിറ്റഡ് ഈസ് റെസിഡന്റ് ഇൻ ഗേരിയ, ദി ഇൻട്രാ ഗ്രൂപ്പ് ലോസ് relief to rep limited is not possible. As ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് ഓവർസീസിലാണ് ഈ ഇവരുടെ റെസിഡൻസ് എങ്കിൽ, നമ്മുടെ ജെ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനി ഓവർസീസിലാണ്, അവർക്ക് ലോസ് വന്നു. നമ്മുടെ റെപ്പ് ലിമിറ്റഡ് യു കെയിലാണ്. അപ്പോൾ ഓവർസീസ് കൺട്രിയിലുള്ള ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന്റെ റീസൺ എന്താ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ, ആസ് ജെ ലിമിറ്റഡ് ഈസ് നോട്ട് റെസിഡന്റ് ഇൻ ദി യു കെ. അപ്പോൾ യു കെ റെസിഡന്റ് കമ്പനീസ് തമ്മിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലോസസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം, ഇതൊരു ഗ്രൂപ്പ് ആയിരിക്കൂലല്ലോ. ഇപ്പൊ ജെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇവർക്ക് എന്താ 30% ഷെയർ ഉള്ളൂ എന്നല്ലേ പറയുന്നേ? നമ്മൾ നേരത്തെ വായിച്ചില്ലായിരുന്നോ, ഇവർക്ക് ജെ ലിമിറ്റഡിൽ എത്ര ഷെയർ എടുക്കണം, 30 എടുക്കണോ 20 എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ 30% ഷെയർ ഹോൾഡിംഗ് ആണ് ജെ ലിമിറ്റഡിൽ ഉള്ളതെങ്കിൽ, അപ്പൊ ജെ ലിമിറ്റഡും റെപ്പ് ലിമിറ്റഡ് തമ്മിൽ എന്താവില്ല, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവില്ല. ഗ്രൂപ്പ് ക്രിയേറ്റ് ആവണമെങ്കിൽ മിനിമം എന്ത് വേണം, 50% ഷെയർ ഹോൾഡിംഗ് വേണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആവില്ല. പക്ഷെ ഇവിടെ എന്ത് ക്രിയേറ്റഡ് ആവും, കൺസോഷ്യം ആവും. ഓക്കെ. അപ്പോൾ ഇവർക്ക് 30%, ഇപ്പോൾ ജെ ലിമിറ്റഡ് മേക്സ് എ ട്രേഡിംഗ് ലോസ് ഇഫ് ജെ ലിമിറ്റഡ് റെസിഡന്റ് ഇൻ ഗേരിയ. അപ്പോൾ ഈ കാര്യം നമ്മൾ പറഞ്ഞത് റെഡിയാ. അതായത് ജെ ലിമിറ്റഡ് ഓവർസീസിലാണെന്നുണ്ടെങ്കിൽ ജെ ലിമിറ്റഡിലുള്ള ലോസിനെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഓക്കെ. ഇനി ഇഫ് ജെ ലിമിറ്റഡ് ഈസ് റെസിഡന്റ് ഇൻ ദി യു കെ, അപ്പൊ ജെ ലിമിറ്റഡ് യു കെയിൽ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു കൺസോഷ്യം ആവില്ലേ? ഓക്കെ. അപ്പൊ ജെ ലിമിറ്റഡ് യു കെയിൽ റെസിഡന്റ് ആണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ്, റെപ്പ് ലിമിറ്റഡ് ജെ ലിമിറ്റഡിൽ 30% ഷെയർ ഹോൾഡിങ്ങോ 20% ഷെയർ ഹോൾഡിങ്ങോ മേടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ജെ ലിമിറ്റഡ് യു കെയിൽ റെസിഡന്റ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ യു കെയിൽ റെസിഡന്റ് ആണെങ്കിൽ ഇഫ് റെപ്പ് ലിമിറ്റഡ് holds 30% shareholding in J Limited, it will be a consortium. ഓക്കെ. അപ്പൊ നമുക്ക് ജെ ലിമിറ്റഡിന്റെ 30% ഇവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ കൺസോർഷ്യത്തിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു, ഒന്നിലധികം ഷെയർ ഹോൾഡേഴ്സിന്, രണ്ടോ അതിൽ കൂടുതലോ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയുടെ ബിറ്റ്വീൻ 5 to 75% ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസോഷ്യം എന്ന് വിളിക്കുക. അപ്പൊ ജെ ലിമിറ്റഡിൽ ഇവർ റെപ്പ് ലിമിറ്റഡ് 30% ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 70% ക്രോ ഇൻവെസ്റ്റ് ചെയ്യും.
അപ്പം അങ്ങനെ വരുമ്പോൾ ജെയ് ലിമിറ്റഡിൻ്റെ 100%-ൽ 30% റെപ്പിൻ്റെ കയ്യിലും 70% ക്രോയുടെ കയ്യിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ കൺസോഷ്യത്തിൻ്റെ ക്രൈറ്റീരിയ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ഇൻവെസ്റ്റേഴ്സും ഹോൾഡ് ചെയ്യുന്നത് ബിറ്റ്വീൻ 5 to 75% ഷെയർ ഹോൾഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു കൺസോഷ്യം ആയിരിക്കും. അപ്പോൾ കൺസോഷ്യം ആവുന്ന സമയത്ത് ജെയ് ലിമിറ്റഡിൽ എത്ര ലോസ് ആണോ ഉണ്ടാവുന്നത്, അപ്പോൾ യു കെയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി, അത് കൺസോഷ്യം കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ കമ്പനിയിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെയ് ലിമിറ്റഡ് ക്യാൻ ട്രാൻസ്ഫർ 30%. J Limited can transfer the 30% of trading loss to Rep Limited. ഓക്കെ, അപ്പോൾ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവർ ഷെയർ ഹോൾഡിങ് എടുക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ 30% ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ കൺസോഷ്യം. കൺസോഷ്യം ആവുമ്പോൾ ജെയ് ലിമിറ്റഡിൽ ഉണ്ടാവുന്ന 30% ട്രേഡിംഗ് ലോസ് റെപ്പ് ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ആൻഡ് റെപ്പ് ലിമിറ്റഡ് ക്യാൻ സെറ്റ് ഓഫ് ദി ലോസ് അഗെയിൻസ്റ്റ് ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലീഫ് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു 30% ഷെയർ ഹോൾഡിംഗ് മേടിച്ചാലാണ് ഇവരൊരു കൺസോഷ്യം ആവുക. കൺസോഷ്യം ആയാലാണ് ജെയ് ലിമിറ്റഡിലെ ലോസിൻ്റെ 30% റെപ്പ് ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. പിന്നെ അടുത്തൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ പറയുന്നത്, അവർ 30% ഷെയർ ഹോൾഡിംഗ് വേണോ 20% ഷെയർ ഹോൾഡിംഗ് വേണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ റെപ്പ് ലിമിറ്റഡ് ഓൺസ് 20% ഷെയർ ഹോൾഡിംഗ് ഇൻ ജെയ് ലിമിറ്റഡ്. അപ്പോൾ ജെയ് ലിമിറ്റഡിൽ റെപ്പ് ലിമിറ്റഡ് 20% ഷെയർ ഹോൾഡിംഗ് മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് എ കൺസോഷ്യം. അത് കൺസോഷ്യം ആവില്ല. കാരണം കൺസോഷ്യം ആവണമെങ്കിൽ പാർട്ടിസിപ്പേറ്റേഴ്സ്, അത് കൺസോഷ്യം മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് 75%-ൽ താഴെ ആവണം. ഓക്കെ, അപ്പോൾ ജെയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ 20% ഷെയർ ആണ് റെപ്പ് ലിമിറ്റഡ് മേടിക്കുന്നതെങ്കിൽ ക്രോ ലിമിറ്റഡിന് 80% ഷെയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താവില്ല, ഇതൊരു കൺസോഷ്യം ആവില്ല. സോ ഇറ്റ്സ് നോട്ട് എ കൺസോഷ്യം ബിക്കോസ് ക്രോ ലിമിറ്റഡ് holds more than 75% shareholding in J Limited. ഓക്കെ, അപ്പോൾ ജെയ് ലിമിറ്റഡിൽ ഇവർ ഹോൾഡ് ചെയ്യുന്നത് 75%-ൽ കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താവില്ല, കൺസോഷ്യം ആവില്ല. സോ നോ റിലീഫ് വിൽ ബി അവൈലബിൾ ടു റെപ്പ് ലിമിറ്റഡ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റെപ്പ് ലിമിറ്റഡിന് ഈ കൺസോഷ്യം റിലീഫ് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റിൽ ചോദിച്ച 10 മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ റിലീഫുകൾ റെപ്പ് ലിമിറ്റഡും ജെയ് ലിമിറ്റഡും തമ്മിൽ കിട്ടും. ഓക്കെ, ദെൻ കോർപ്പറേഷൻ ടാക്സ് ഓരോ സിറ്റുവേഷനിലും എത്ര കോർപ്പറേഷൻ ടാക്സ് പേയബിൾ ആണ്. ഈ കാര്യങ്ങളാണ് ആദ്യത്തെ റിക്വയർമെൻറ്റിൽ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഇത്രയും കാര്യങ്ങൾ വന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിക്വയർമെൻറ്റിലേക്ക് പോവാം. അപ്പം നെക്സ്റ്റ് റിക്വയർമെൻറ്റിൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് റിക്വയർമെൻറ്റിൽ ബിയിൽ രണ്ടാമത്തെ റിക്വയർമെൻറ്റ്, ബിയിലെ സെക്കൻഡ് റിക്വയർമെൻറ്റിൽ പറയുന്നത് എലക്ഷൻ ടു എക്സം ദി പ്രോഫിറ്റ് ഓഫ് ജെയ് ലിമിറ്റഡ്സ് ഓവർസീസ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫ്രോം UK ടാക്സ്. ലിസ്റ്റ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെയ് ലിമിറ്റഡ് മേക്കിംഗ് ദിസ് എലക്ഷൻ. അപ്പോൾ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എക്സംപ്റ്റ് ചെയ്യാനുള്ള എലക്ഷൻ നടത്താം.
അങ്ങനെ എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് വരുന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഇംപ്ലിക്കേഷൻ എന്താ? ഈ ഇത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ എക്സംപ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതെന്താവും? എല്ലാ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റും എക്സംപ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഓൾ ഓൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വിൽ ബി എക്സംപ്റ്റ്. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സും എക്സംപ്റ്റഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സംപ്റ്റ് ചെയ്യാനുള്ള ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഓൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വിൽ ബി എക്സംപ്റ്റഡ്, ഇൻക്ലൂഡിംഗ് ദി അപ്കമിങ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വിൽ ബി ഓൾസോ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എല്ലാ PEസും എന്താവും? എക്സംപ്റ്റഡ് ആവും. അതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംപ്ലിക്കേഷൻ. അതേപോലെ വൺസ് ഈ ക്ലെയിം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺസ് ഈ എലക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺസ് എലക്ഷൻ മെയ്ഡ്, ഇത് ഇറിവോക്കബിൾ ആണ്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും നമുക്ക് ഒരു തവണ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ എക്സംഷനുള്ള എലക്ഷൻ നടത്തിയാൽ പിന്നെ അത് വീണ്ടും മാറ്റാൻ പറ്റില്ല. പിന്നെ അത് കംപ്ലീറ്റ്ലി ഇറിവോക്കബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഇതിൽ അപ്പൊ ഇതായിരിക്കും ഇതിൽ വരുന്ന ഇംപ്ലിക്കേഷൻസ്. പിന്നെ അതേപോലെ ഈ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ടാക്സിൽ വരുന്ന ഡിഫറൻസ് എന്താ? അപ്പോൾ ഈ ജെ ലിമിറ്റഡ് ഓവർസീസിൽ വന്നു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ എക്സംഷൻ എടുത്തു കഴിഞ്ഞാൽ നോ ടാക്സ് ലൈബിലിറ്റി ഇൻ UK റിലേറ്റഡ് വിത്ത് ദി PE. ഓക്കെ, അപ്പോൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള UK ടാക്സ് ഒന്നും വരില്ല. അപ്പോൾ UK എത്രയായിരുന്നു ടാക്സ് വന്നിട്ടുണ്ടാവുക? UK വരാ ഓവർസീസിൽ ഈ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓവർസീസിൽ വരുമ്പോൾ ഗേരിയയിലുള്ള ടാക്സ് പെർസെൻറ്റേജ് 13%ആണ്. UK ടാക്സ് പെർസെൻറ്റേജ് 25% ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ എക്സെപ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 12% ടാക്സ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന്, ഇത് വേണമെന്നില്ല, അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സംഷനുള്ള ഇംപ്ലിക്കേഷൻസ് എല്ലാ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സും എക്സംപ്റ്റഡ് ആവും, ഇൻക്ലൂഡിംഗ് ദി ഫ്യൂച്ചർ വെഞ്ചേഴ്സ് വിൽ ഓൾസോ ബി എക്സംപ്റ്റഡ് ആസ് PE. ഓക്കെ, പിന്നെ ഈ എലക്ഷൻ ഇറിവോക്കബിൾ ആയിരിക്കും. ഇനി ഇൻ കേസ് ഈ എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം? ഒരു 12% ടാക്സ് സേവിങ്സ് നടത്താം. അതായത് UK 25% ടാക്സ് പേ ചെയ്യണം, ഓവർസീസിൽ 13% ടാക്സ് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ UK നമുക്ക് എന്ത് ചെയ്യാം? ഓവർസീസിൽ പേ ചെയ്ത ടാക്സ് UK ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ ഇഫക്റ്റീവ്ലി 12% ടാക്സ് ആണ് ഈ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഇവർ പേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ 12% ഇവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ ഈ എലക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ലോസ് റിലീഫ്സ് അവൈലബിൾ ബിറ്റ്വീൻ ദി കമ്പനീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ എക്സംഷൻ ഉള്ള എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിലീഫും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഇംപ്ലിക്കേഷൻസ് ആണ് ഇതിൽ വരെ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ജനറലി ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത റിക്വയർമെന്റിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് റിക്വയർമെന്റിൽ എന്താ പറയുന്നത്? CFC റൂൾസ്, കൺട്രോൾഡ് ഫോറിൻ കമ്പനി റൂൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് അടുത്ത ഇതിൽ പറയുന്നത് ഐ ക്യാൻ കൺഫേം ദാറ്റ് a CFC charge will not arise if J Limited is resident in area. However, I want to provide lemma with an explanation of the purpose of CFC rules and the charge which can be levied under them. Okay, അപ്പോൾ CFC ചാർജ് എറൈസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, CFC ചാർജ് എറൈസ് ചെയ്യില്ല. ദെൻ
അതിൻ്റെ ലെമാറിന് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം. അപ്പോൾ ചാർജ് വരികയാണെങ്കിൽ എത്ര ചാർജ് വരും, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് CFC റൂൾസ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ജനറലി CFC റൂളിനെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ CFC? അപ്പൊ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളോട് നമ്മുടെ മാനേജർ തന്നെ പറയുന്നുണ്ട്, ഐ ക്യാൻ കൺഫേം ദാറ്റ് CFC ചാർജ് വിൽ നോട്ട് അറൈസ് ഇഫ് ജെയ് ലിമിറ്റഡ് ഈസ് റെസിഡന്റ് ഇൻ ഗേരിയ. അപ്പോൾ ജെയ് ലിമിറ്റഡ് ഗേരിയയിൽ റെസിഡന്റ് ആയിട്ടുള്ള കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്താലും CFC ചാർജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ CFC ചാർജ്? അപ്പോൾ CFC ചാർജ് എന്ന് പറയുന്നത് ടു അവോയ്ഡ്, നോർമലി നമ്മുടെ റൂൾ എന്താ, UK-യിലുള്ള റൂൾ എന്തെന്നാ, നോൺ നോൺ UK റെസിഡന്റ് കമ്പനീസ് ആർ നോട്ട് ലയബിൾ ടു പേ കോർപ്പറേഷൻ ടാക്സ് ഇൻ ദി UK. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി UK-യിൽ നോൺ റെസിഡന്റ് ആണെങ്കിൽ അവർ UK ഇൻകത്തിന് മാത്രം ടാക്സ് അയച്ചാൽ മതി. ലയബിൾ ടു പേ കോർപ്പറേഷൻ ടാക്സ് ഇൻ ദി UK ഓൺ വേൾഡ് വൈഡ് ഇൻകം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി UK-യിൽ നോട്ട് റെസിഡന്റ് ആണെങ്കിൽ അവർ UK ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി, UK ഏൺ ചെയ്യുന്ന ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു റൂൾ ഉള്ളത് കൊണ്ട് ടു അവോയ്ഡ് the corporation tax in the UK, companies will start in an overseas country. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓവർസീസ് കൺട്രീസിൽ പോയിട്ട് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഫിറ്റ് നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. ഇപ്പോൾ UK-യിൽ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതും വേറൊരു കൺട്രിയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ പുതിയ കൺട്രിയിൽ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ UK-യിൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് നോർമൽ റൂള്. അപ്പോൾ അങ്ങനെ റൂൾ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൺട്രോൾഡ് ഫോറിൻ കമ്പനി ആണെങ്കിൽ, ഓക്കെ, കൺട്രോൾ അതായത് ഓവർസീസിലുള്ള കമ്പനിയുടെ കൺട്രോള് UK-യിലാണ് അതിൻ്റെ കൺട്രോൾ എന്നുണ്ടെങ്കിൽ UK-യിൽ CFC ചാർജ് വരും. ഓക്കെ, അപ്പോൾ കൺട്രോൾഡ് ഫോറിൻ കമ്പനി ഉണ്ടെങ്കിൽ, അതായത് ഫോറിനിലൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ കൺട്രോൾ UK-യിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ടാക്സ് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CFC ചാർജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ CFC ചാർജ് എന്ന് പറയുന്നത്, ഇഫ് CFC ചാർജ് ആപ്ലിക്കബിൾ, ഇപ്പോൾ CFC ചാർജ് ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ 25% 25% 25% ആണ് എന്തായിട്ട് വരിക, CFC ചാർജ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതിൽ 25% CFC ചാർജ് ആയിട്ട് ആപ്ലിക്കബിൾ ആവും. ഓക്കെ, അപ്പോൾ ഈ കാര്യമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, CFC റൂൾ എന്താണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതിൽ ചോദിച്ചിരിക്കുന്ന ആ എക്സ്പ്ലനേഷൻ ഓഫ് ദി പേർപ്പസ് ഓഫ് CFC റൂൾ. അപ്പോൾ പേർപ്പസ് ഓഫ് CFC റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, ടു അവോയ്ഡ് ദി ടാക്സേഷൻ പേയിങ് ടാക്സ് ഇൻ ദി UK, companies will start an overseas company. Okay, companies will start in an overseas country and they'll trade in an overseas country to avoid the tax in the UK. അപ്പോൾ ഓവർസീസ് കൺട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി ഇവരെന്ത് ചെയ്യും, ലോവർ ടാക്സ് ചാർജ് ഉള്ള ഓവർസീസ് കൺട്രീസിൽ ബിസിനസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗേരിയ. ഓക്കെ, ഇഫ് യു ആർ സെറ്റപ്പിംഗ് എ കമ്പനി ഇൻ UK, we should pay tax at least 19% or 25%. If the company started in Garia, there will be only corporation tax is 13%.
So purposefully for reducing this tax, so or avoiding the tax in the UK, companies will start or form a new company in Garia. Okay, to avoiding this practice, HMRC uh, restricting this with a CFC rule. Okay, if any overseas company is controlled by a UK company, there will be a CFC charge. The CFC charge will be 25%. ഇതാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ CFC എന്ന് പറയുന്ന സാധനം, എന്തിനാണ് ഈ CFC റൂള്, ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും CFC ചാർജ് വരാത്തത് എന്തുകൊണ്ടായിരിക്കും നമ്മളോട്? അപ്പോൾ ഈ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ് CFC എന്നുള്ളത് പറയാം, CFC ചാർജ് എത്രയാണെന്നുള്ളത് പറയാം, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറയാം, ഈ കാര്യങ്ങൾ പറയാം. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടായിരിക്കും അവിടെ CFC ചാർജ് വരാത്തത്? നമ്മൾ CFC ചാർജിൽ കുറച്ച് എക്സംഷൻസ് പറയുന്നില്ലേ? CFC ചാർജിൽ വരുന്ന എക്സംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ വൈസുള്ള എക്സംഷൻ ഉണ്ട്. ചില ലൊക്കേഷൻസ് എക്സംപ്റ്റഡ് ആണ്. പിന്നെ അതേപോലെ നമ്മുടെ UK പേ ചെയ്യുന്ന ടാക്സിനേക്കാൾ കൂടുതൽ പേ ചെയ്യേണ്ട കൺട്രി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CFC ചാർജ് വരില്ല. പിന്നെ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ ഓവർസീസിൽ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺട്രോൾഡ് ഫോറിൻ കമ്പനി ആണെങ്കിലും CFC ചാർജിന് കുറേ എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ ടെറിട്ടറി എക്സംഷനോ അങ്ങനെ ഏതെങ്കിലും കൈൻഡ് ഓഫ് എക്സംഷൻ കിട്ടിയത് കൊണ്ടാകാം ഇതിൽ എന്ത് വരാത്തത്, ഈ CFC ചാർജ് വരാത്തത്. ഓക്കെ, അപ്പോൾ എക്സാംസിന് ആ CFCയുടെ കാര്യങ്ങളൊന്ന് നന്നായിട്ട് നോക്കി വെക്കണം. CFC മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ CFCയുടെ കാര്യങ്ങളൊന്ന് നന്നായിട്ട് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എത്ര റിക്വയർമെൻ്റ് ഉണ്ട്? സി റിക്വയർമെൻറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ബ്രേക്ക്. ഓക്കെ, എന്നാൽ നമുക്കിപ്പോൾ തന്നെ ബ്രേക്ക് എടുക്കാം. നോ പ്രോബ്ലം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എത്ര നേരമായി? 1 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 9:30, നമുക്കൊരു 9:25 ആകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റിക്വയർമെൻറ്റ് ചെയ്യാം. സി റിക്വയർമെൻറ്റ്. അപ്പോൾ റിക്വയർമെൻറ്റ് സിയിൽ നമ്മളോട് എന്താണ് പറയണത്? പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് property by Rep Limited. Explain how opting to tax the building would enable Rep Limited to recover VAT charged by the vendor, and explain whether or not the advice from Lemma's friend is correct. There is no need for you to consider partial exemption or the capital goods scheme. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സിനാരിയോ വായിച്ചിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത് ഇതിൽ നമ്മളോട് പറയുന്നത് purchase of investment property. The directors are considering the purchase by Rep Limited of a new unused commercial building situated in the UK for £200,000 plus 20% VAT. Rep Limited would then grant a 20-year lease of this building to one of a number of different business they are currently in discussion with. ദി ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവരൊരു എന്ത് ബിൽഡിങ് മേടിക്കുകയാണ്. UK-യിലുള്ളൊരു ബിൽഡിങ് 2 lakh plus 20% വാറ്റിന് ബിൽഡിങ് മേടിക്കുകയാണ്. അവരതിന് ശേഷം അത് 20-year ലീസിന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനാണ് പ്ലാൻ. ഓക്കെ, 20-year ലീസ് കൊടുക്കാനാണ് പ്ലാൻ. ഓക്കെ, ദി ഡയറക്ടേഴ്സ് ആർ keen to recover the VAT charged by the vendor on the sale of this building. ഓക്കെ, അപ്പോൾ ഡയറക്ടേഴ്സിന് ഇത് പർച്ചേസ് ചെയ്ത സമയത്ത് വന്ന വാറ്റ് റിക്കവർ ചെയ്യണം. ഓക്കെ, then Lemma told me that one of his friend had suggested that they could do this by opting to tax the building before granting the lease, and this would have no effect on their tenant or any potential future purchaser. Okay,
അപ്പോൾ ഈ ലെമാറിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഓപ്റ്റിംഗ് ടു ടാക്സ് ചെയ്താൽ മതി. ഓപ്റ്റിംഗ് ടു ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മേലെയുള്ള നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ചാർജ് ചെയ്യേണ്ടാത്ത സാധനങ്ങൾ, ബിൽഡിംഗ് ഒക്കെ റെന്റിന് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റൂല. സെയിം ടൈം ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാനും പറ്റൂല. അപ്പോൾ ഓപ്റ്റിംഗ് ടു ടാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സിൻ്റെ മേലെ ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇൻപുട്ട് ടാക്സ് റീക്ലെയിം ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം. ഓക്കെ, അതിൽ ടെനൻസിന് അതിലൊരു എഫക്റ്റും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെൻ്റ് അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത റിക്വയർമെൻറ്റ് സി റിക്വയർമെൻറ്റിൽ ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള ഒന്നും കൂടെ ഒന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ടു ഓപ്റ്റിംഗ് ടു ടാക്സ് ദി ബിൽഡിംഗ് വുഡ് എനാബിൾ റെപ്പ് ലിമിറ്റഡ് ടു റിക്കവർ ദി വാറ്റ് ചാർജ് ബൈ ദി വെണ്ടർ. അപ്പോൾ നോർമലി ഇവർ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് എന്തിനാ? ഇവർ പ്രോപ്പർട്ടി എടുക്കുന്നത് ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലീസിന് കൊടുക്കുക, റെന്റിന് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ, അപ്പോൾ ലീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ടൈം പീരീഡിലേക്ക് 20 ഇയറിലേക്ക് ലീസിന് കൊടുക്കും, മന്ത്ലി റെന്റും ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലീസ് എന്ന് നോർമലി ഉദ്ദേശിക്കുന്ന സംഭവം അങ്ങനെയാണ്. നമ്മളിപ്പോൾ 20 ഇയറിലേക്ക് ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലീസ് പ്രീമിയം ആയിട്ട് നമ്മളൊരു എമൗണ്ട് ഇനീഷ്യലി മേടിക്കും. അതിന് പുറമെ എന്തും വരും? അതിന് പുറമെ മന്ത്ലി റെന്റും നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ലീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദി ഗ്രാൻഡ് ഓഫ് ലീസ് ഓഫ് ദി പ്രോപ്പർട്ടി ഈസ് ആൻ എക്സംപ്റ്റ് സപ്ലൈ. അതായത് നമ്മൾ ഈ സാധനങ്ങൾ റെന്റിന് കൊടുക്കുക, ലീസിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊരു എക്സംപ്റ്റ് സപ്ലൈ ആണ്. അപ്പോൾ ഈ ബിൽഡിംഗ് നമ്മൾ എക്സംപ്റ്റ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. എക്സംപ്റ്റ് സപ്ലൈയുടെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? എക്സംപ്റ്റ് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈ ആണ് ലീസിന് കൊടുക്കുക, റെന്റിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എക്സംപ്റ്റ് സപ്ലൈ ആണ് നോർമലി. അപ്പോൾ നമ്മളത് എക്സംപ്റ്റ് സപ്ലൈ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ലീസിന് കൊടുക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് ഔട്ട്പുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, മേടിക്കാൻ പറ്റില്ല. അപ്പോൾ സെയിം ടൈം എന്തും കിട്ടൂല, ഇത് റിലേറ്റഡ് ആയിട്ട് വന്ന ഇൻപുട്ട് വാറ്റും റീക്ലെയിമബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാൻഡ് ഓഫ് ലീസ് ഓഫ് ദി പ്രോപ്പർട്ടീസ് ആൻഡ് എക്സംപ്റ്റ് സപ്ലൈ. സോ ദി input VAT is not recoverable. അപ്പോൾ ഇൻപുട്ട് വാറ്റ് റിക്കവറബിൾ അല്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഇത് എലക്ട് ടു ടാക്സ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എലക്ട് ടാക്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എലക്ട് ടാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം? പിന്നീട് ഇത് ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ഈ ലീസ് കൊടുക്കുന്നത്, റെന്റ് കൊടുക്കുന്നതൊക്കെ എക്സംപ്റ്റ് സപ്ലൈ ആണ്. ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് എലക്ട് ടാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവർ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീൻ്റെ മേലെ എലക്ട് ടാക്സ് എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എലക്ഷൻ ടു ടാക്സ് എലക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ദി സപ്ലൈസ് വിൽ ബി ട്രീറ്റഡ് ആസ് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ. അപ്പോൾ എലക്ഷൻ ടു ടാക്സ് നടത്തി കഴിഞ്ഞാൽ എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് പിന്നെ എന്ത് ചെയ്യണം? ഓൾ ദി റെന്റൽ payments from the clients, from the tenants,
should be collected with a VAT. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ ടാക്സ് ഇലക്ട്രോ ടാക്സിനുള്ള ഇലക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ സപ്ലൈസും സ്റ്റാൻഡേർഡ് റേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഈ ടെനൻസിൻ്റെ അടുത്ത് നിന്ന് റെന്റ് മേടിക്കുമ്പോൾ ഇൻക്ലൂഡിങ് വാറ്റ് റെന്റ് അവർ മേടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ വാറ്റ് അടക്കമുള്ള റെന്റ് കളക്ട് ചെയ്യണം. അതേപോലെ പിന്നെ വരുന്നത് അപ്പോൾ ഓൾ ഓഫ് ദി ഇൻപുട്ട് വാറ്റ് ഓൺ അക്വിസിഷൻ ക്യാൻ ബി റിക്കവേർഡ്. ഓക്കെ, അപ്പോൾ അക്വിസിഷൻ്റെ സമയത്ത് വന്ന കംപ്ലീറ്റ് ഇൻപുട്ട് വാറ്റും റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇലക്ട്രോ ടാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇംപ്ലിക്കേഷൻ അതായിരിക്കും. പിന്നീട് നടക്കുന്ന സെയിൽസ് എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റഡ് ആവും. ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യണം. വന്ന ഇൻപുട്ട് വാറ്റ് മുഴുവൻ അവർക്ക് റീക്ലെയിം ചെയ്യാം. ഓക്കെ, ദെൻ ദി ടെനൻസ്. അപ്പോൾ ഇത് നമ്മളോട് ഇതിൽ പറയുന്നുണ്ട്, ഇത് ഡിഫറെൻറ്റ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് റെൻറ്റിന് കൊടുക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ടെനൻസിന് വാറ്റ് പേ ചെയ്യുന്നത് പ്രശ്നമുള്ള കാര്യമല്ല. ദി ടെനൻസ് ക്യാൻ റീക്ലെയിം the VAT they are paid. ഓക്കെ, അപ്പോൾ ടെനൻസ് പേ ചെയ്തിട്ടുള്ള വാറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം അവർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കും നോർമലി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, റീക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഫ്യൂച്ചർ പർച്ചേസർ. അപ്പോൾ ഫ്യൂച്ചർ പർച്ചേസർ വരുന്ന സമയത്തും, അപ്പോൾ ഇനി നമ്മൾ ഇത് ഇലക്ട്രോ ടാക്സ് നടത്തി കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ ആയിട്ട് മാറി. ഈ പ്രൊഡക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റഡ് ആയിട്ടുള്ള സാധനമായിട്ട് മാറി ഈ ബിൽഡിങ്. പിന്നെ if the property sold in the future, അപ്പോൾ പ്രോപ്പർട്ടി ഫ്യൂച്ചറിൽ സെല് ചെയ്യുമ്പോൾ there will be also charge. അപ്പോൾ വാറ്റ് അവിടെയും ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പ്രോപ്പർട്ടി സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോപ്പർട്ടി മേടിച്ചപ്പോൾ വാറ്റ് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അറ്റ് ദി സെയിം ടൈം നമ്മളിത് എലക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി സെല് ചെയ്യുമ്പോൾ ആ സെല് ചെയ്യുന്ന സമയത്ത് അവിടെയും നമ്മൾ വാറ്റ് ചാർജ് ചെയ്യും. ഓക്കെ, ആരാണോ മേടിക്കുന്നത് അവരുടെ അടുത്ത് നിന്ന് വാറ്റ് ചാർജ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സി റിക്വയർമെൻറ്റിൽ അത്രയും കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് ഓപ്റ്റിംഗ് ടു ടാക്സ് ആട്ടോ. ഞാൻ ഈ എലക്ടീവ് ടാക്സ് എന്ന് പറഞ്ഞ പ്രീവിയസ്ലി യൂസ് ചെയ്തിരുന്ന എലക്ടീവ് ടാക്സ് ആയിരുന്നു. അത് ഓപ്റ്റിംഗ് ടു ടാക്സ് ആണ്. എപ്പോഴും ഈ എലക്ടീവ് ടാക്സ് എന്നുള്ള സാധനമാണ് എപ്പോഴും വരാം. ഓക്കെ, അപ്പോൾ ഓപ്റ്റിംഗ് ടു ടാക്സ്. ഓക്കെ, അപ്പോൾ ഓപ്റ്റിംഗ് ടു ടാക്സ് സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും അവിടെ വരുന്ന ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾ ഈ വാറ്റിലില്ലേ, ഇപ്പോൾ ലാസ്റ്റുള്ള 2 സെഷൻസിലും വാറ്റിലെ ആ ഒരു ഫെർദർ ആസ്പെക്ട്സ് ഓഫ് വാറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിൽ ആ ക്യാപിറ്റൽ ഗുഡ് സ്കീം ആ ഒരു പെർസെൻറ്റേജ് വൈസ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈക്വലി ഓരോ കൊല്ലവും എടുക്കുന്ന ആ ക്യാപിറ്റൽ ഗുഡ് സ്കീമിൻ്റെ ഏരിയ നന്നായിട്ടൊന്ന് നോക്കണം. കഴിഞ്ഞ 2 സെഷനിലും അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ ടെസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ ആ ഒരു ഫെർദർ ആസ്പെക്ട്സ് ഓഫ് വാറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇത് കുറച്ച് നാൾ മുമ്പുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലും ആ ഒരു ഏരിയ ആണ്, ആ ഒരു ബേസിക് ഓഫ് വാറ്റ് പൊതുവെ ടെസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ വാറ്റിൻ്റെ ആ 2ാമത്തെ ചാപ്റ്ററിലെ ഫെർദർ ആസ്പെക്ട്സ് ഓഫ് വാറ്റ് അത് നന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ, അത് മിക്കപ്പോഴും എക്സാംസിന് ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഭയങ്കര മാർക്കിനല്ല, ഒരു 5 to 8 മാർക്സിന് അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഏരിയ ഒന്ന് വാറ്റിൽ ആ ഒരു ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്തേക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് നോക്കിയേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത റിക്വയർമെൻറ്റ് നോക്കാം. അടുത്ത റിക്വയർമെൻറ്റ് ഡി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ആൻസർ ചെയ്യുമ്പോൾ ഞാനത് അവസാനം പറയാം. പ്രൊഫഷണൽ മാർക്ക് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് പറയാം. അപ്പോൾ ഇനി റിക്വയർമെൻറ്റ് ഡി.
ഡിയിൽ പേഴ്സണൽ ടാക്സ് അഫയേഴ്സ് എക്സിബിറ്റ് 2-ലുള്ളതാണ്. സിസേഷൻ ഓഫ് ശ്രേയാസ് ബിസിനസ് ഓൺ 31st March 2026. A calculation of Freya's estimated liability to income tax and class 4 NIC contribution in respect of a final tax of trading. An election has been made to prepare Freya's accounts on accrual basis. Okay. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാനാണ്. ഫ്രേയാസ് എസ്റ്റിമേറ്റഡ് ലൈബിലിറ്റി ടു ഇൻകം ടാക്സ് ആൻഡ് ക്ലാസ് 4 NIC. അപ്പോൾ നമുക്ക് എക്സിബിറ്റ് 2 ഒന്ന് നോക്കാം. എക്സിബിറ്റ് 2-ലാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉള്ളത്. ഓക്കെ, എക്സിബിറ്റ് 2. I am intending to cease my unincorporated consultancy business on 31st March 2026. I began trading in 2017 and have always prepared accounts to 31st March each year. My business is my only source of income. I'll prepare a set of accounts for the year ended 31st March 26. The budgeted tax-adjusted trading profit for this period before deduction of capital allowance is 94,000. So, അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഇൻകം തന്നിരിക്കുന്നത് 94,000 ആണ്. അവർ തന്നിട്ടുണ്ട്. അത് ക്യാപിറ്റൽ അലവൻസ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള എമൗണ്ടാണ്. അപ്പോൾ ഫൈനൽ പീരീഡ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നീട് നമ്മളോട് പറയുന്നത് ദി ഓൺലി ക്യാപിറ്റൽ അസറ്റ് വിത്ത് മൈ ബിസിനസ് ഇസ് എ കാർ വിച്ച് ഹാസ് ഓൾവേസ് ബീൻ യൂസ്ഡ് 65% ഫോർ ബിസിനസ് പർപ്പസസ്. അപ്പോൾ ഒരു 35% പ്രൈവറ്റ് യൂസ് ഉള്ള കാർ. I will withdraw this car from the business on 31st March 26 when it will have a market value of 11,100, which is less than its original cost. The tax returned on value of the car as at 31st March 2025 was 8,700. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ ക്യാപിറ്റൽ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ അസറ്റ് ഇയാളുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഒരു കാറ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രൈവറ്റ് യൂസ് ഉള്ള കാറാണ്. പ്രൈവറ്റ് യൂസ് ഉള്ള കാറാകുമ്പോൾ നമ്മളതിനെ സെപ്പറേറ്റ്ലി പൂൾ ചെയ്യും. അതിൻ്റെ ബിസിനസ് യൂസ് പെർസെൻറ്റേജ് 65% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ ഓപ്പണിംഗ് TWDV തന്നിട്ടുണ്ട്. അത് 8,700 ആയിരുന്നു. ദെൻ എന്തായപ്പോൾ ഈ വർഷം ഈ കാറ് ആളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ യൂസിന് ഒരു അസറ്റ് ഓണർ എടുക്കുകയാണെങ്കിൽ അത് സെയിൽ ചെയ്തതായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. സോ ഇത് സെയിൽ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്പോസലായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിസ്പോസ് ചെയ്യുന്ന സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ 11,100 ആണ്. അപ്പോൾ ആ എമൗണ്ടിന് വിറ്റതായിട്ട് കൺസിഡർ ചെയ്യും. ഈ ഒരു ഒറ്റ അസറ്റ് ഇയാളുടെ കയ്യിലുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അസറ്റ് ഡിസ്പോസലും കൂടി കഴിഞ്ഞ് നമ്മുടെ ഇതിൽ ടോട്ടൽ ഉള്ളത് നമ്മുടെ പൂളിൽ ആകെ ഈ ഒറ്റ കാറിൻ്റെ പൂളേ ഉള്ളൂ. ഇതിൻ്റെ ടോട്ടൽ ഉള്ളത് 2,400 ആണ്. അപ്പോൾ ഈ 2,400 എന്തായിരിക്കും? ബിസിനസിൻ്റെ സീസേഷൻ അല്ലേ, ബാലൻസിങ് ചാർജ് ആയിട്ട് എടുക്കും. ഓക്കെ, ബാലൻസിങ് ചാർജ് ആണത് വരിക. അപ്പോൾ നമ്മൾ അലവൻസിലേക്ക് എടുക്കുമ്പോൾ ബാലൻസിങ് ചാർജ് ഫുള്ളായിട്ട് എടുക്കൂല. ഇതിൻ്റെ ബിസിനസ് യൂസ് പെർസെൻറ്റേജ് മാത്രം ബാലൻസിങ് ചാർജ് ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ വേറെ അസറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ എന്തില്ല, അലവൻസ്, ക്യാപിറ്റൽ അലവൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തേ വരുന്നുള്ളൂ? ബാലൻസിങ് ചാർജേ ഉള്ളൂ. അപ്പോൾ ഇത് അലവൻസ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എന്ത് തന്നെ കൊടുക്കാം? ബാലൻസിങ് ചാർജ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ബാലൻസിങ് ചാർജ്. അപ്പോൾ ബാലൻസിങ് ചാർജ് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ അലവൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, അലവൻസ് ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യും. അലവൻസ് ആകുമ്പോൾ ഇൻ കേസ് അത് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രേഡിംഗ് ഇൻകത്തിലേക്ക് നമ്മൾ അതിനെ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1560 കൂടി ആഡ് ചെയ്യും. സോ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഈ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആണ് പുള്ളിക്കാരിക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഒറ്റ സോഴ്സ് ഓഫ് ഇൻകമേ ഉള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഒറ്റ ഇൻകമേ ഉള്ളൂ, വേറെ ഇൻകംസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ വേറെ ഇൻകം ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയായിരിക്കും ടോട്ടൽ ഇൻകം. അപ്പോൾ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ പേഴ്സണൽ അലവൻസ് കുറയ്ക്കാം. വേറെ ഡിഡക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. സോ പേഴ്സണൽ അലവൻസ് കുറയ്ക്കാം. പേഴ്സണൽ അലവൻസ് ഫുൾ എമൗണ്ട് കിട്ടും. 12,570 പേഴ്സണൽ അലവൻസ് കിട്ടും. സോ ടാക്സബിൾ ഇൻകം ഈ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് ടാക്സബിൾ ഇൻകം ഇയാൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം.
നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ഇൻകവും എന്ത് തന്നെയാണ്, നമ്മുടെ നോൺ സേവിങ്സ് ഇൻകം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ഇൻകത്തിൻ്റെ മേലെ നോൺ സേവിങ്സ് ഇൻകത്തിൻ്റെ ടാക്സ് റേറ്റ്സ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ 82,990 ആണ്. അതിൽ 37,700 ഇൻറ്റു 20%. ദെൻ എക്സസ് എമൗണ്ട് 82,990 മൈനസ് 37,700 ഇൻറ്റു 40%. അപ്പോൾ ഇത്ര എമൗണ്ട് ആൾക്ക് ഇൻകം ടാക്സ് വരും. 25,656 ഇൻകം ടാക്സ് വരും. ഇനി അതേപോലെ ക്ലാസ് 4 NIC. ക്ലാസ് 4 NIC നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ട്രേഡിംഗ് ഇൻകത്തിൻ്റെ മേലെ ആയിരിക്കും. അപ്പോൾ ആളുടെ ട്രേഡിംഗ് ഇൻകം 95,560 ആണ്, ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ക്ലാസ് 4 NIC നമ്മൾ കാണും. അപ്പോൾ ക്ലാസ് 4 NIC കാണുമ്പോൾ ഫസ്റ്റ് 12,570 വരെ ഒന്നുമില്ല, 0 ആണ്. ദെൻ 12,570 മുതൽ 5270 വരെ 6%. 5270 മൈനസ് 12,570 ഇൻറ്റു 6%. ഇനി അതിൻ്റെ എക്സസ് വരുന്ന എമൗണ്ട്, അതായത് 95,560 മൈനസ് 5270, എക്സസ് വരുന്ന എമൗണ്ടിന് 2%. അപ്പോൾ NIC ഇത്ര എമൗണ്ട് NIC വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ റിക്വയർമെൻറ്റിൽ കാൽക്കുലേഷൻ ഓഫ് ഫ്രേയാസ് എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ടു ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ ലയബിലിറ്റി 25,656 വരും. പിന്നെ ക്ലാസ് 4 NIC 3167, റൗണ്ട് ഓഫ് ചെയ്യാം, 3168. ഇത്രയാണ് റിക്വയർമെൻറ്റ് ഡീലുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ എപ്പോഴും ഈ സെക്ഷൻ A ചെയ്യുമ്പോഴേ ഒരു നമുക്ക് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഉറപ്പായിട്ടും അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ടാവും, ഈസിയർ ആയിട്ടുള്ള ഏരിയാസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ സെക്ഷൻ Aയിലുള്ള ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് നമുക്ക് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ കിട്ടുന്നില്ല, അല്ലെ പ്രോപ്പറായിട്ടല്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇങ്ങനെയല്ല ഇത് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇത് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള അത്രയും ഗ്യാരണ്ടി ഉണ്ടാവും അല്ലേ. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും, ഇതെങ്ങനെയല്ല. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ചിലപ്പോൾ ആൻസർ പ്രോപ്പർ അല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. ഓക്കെ, പക്ഷേ അത് പ്രശ്നമില്ല, കാരണം നമുക്ക് 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിൻ്റെ റിക്വയർമെൻറ്റ് അല്ല, മാക്സിമം ഒരു 10 മാർക്കിൻ്റെ റിക്വയർമെൻറ്റും ആയിരിക്കും. ബാക്കി 40 മാർക്സ് ആ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീടുള്ള റിക്വയർമെൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പർ ആവുന്നില്ല എന്ന് വെച്ചിട്ട് ടെൻസ്ഡ് ആവോ പാനിക്കാവോ ഒന്നും വേണ്ട. ആ റിക്വയർമെൻറ്റ് മാത്രമായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അടുത്ത റിക്വയർമെൻറ്റ് ഇപ്പോൾ ഈ ഒരു 50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് മൾട്ടിപ്പിൾ സിനാരിയോസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറ്റൊരു സിനാരിയോ ആണെന്നുണ്ടെങ്കിലും എവറി റിക്വയർമെൻറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് വിത്ത് ദി പ്രീവിയസ്. ഇപ്പോൾ വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് റിക്വയർമെൻറ്റ് A കണക്റ്റഡ് ആയിട്ട് B റിക്വയർമെൻറ്റ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ റിക്വയർമെൻറ്റ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായി പോയി എന്ന് വെച്ചിട്ട് പാനിക് ആവണ്ട, ക്യാരി ഓൺ ചെയ്യുക, പിന്നീടുള്ള റിക്വയർമെൻറ്റ്സ് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഏരിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് തന്നു, ദെൻ ജസ്റ്റ് ഒരു ബാലൻസിങ് ചാർജ് മാത്രം കമ്പ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. അത് വെച്ച് ഇൻകം ടാക്സ് കാണാം, NIC കാണാം. 6 മാർക്സിൻ്റെ റിക്വയർമെൻറ്റാണ്. ഇതിൽ 6 ഔട്ട് ഓഫ് 6 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ അടുത്ത റിക്വയർമെൻറ്റിലേക്ക് നമുക്ക് പോവാം. D റിക്വയർമെൻറ്റിലെ സെക്കൻഡ് വൺ, അത് പ്രപ്പോസ്ഡ് ഗിഫ്റ്റ് ഓഫ് ഷെയർസ് ടു ട്രസ്റ്റ്. അപ്പോൾ ആ സിനാരിയോ നമുക്ക് വായിക്കാനുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുന്നതെന്ന് നോക്കാം. A calculation of the inheritance tax which would be payable by Freya if she were to give 20,000 shares in Dexil Limited to trust on 1st November 2025 as planned. Your calculation should indicate the availability of otherwise of all relevant annual exemptions. Annual exemption consider ചെയ്തിട്ട് വേണം നമ്മുടെ ആൻസർ ചെയ്യാൻ. The payment date
together with a brief explanation of how it has been determined. ഓക്കെ, അപ്പോൾ നമുക്ക് ISTയുടെ കാൽക്കുലേഷൻ ആണ് വേണ്ടത്. ആനുവൽ എക്സംഷൻ കൺസിഡർ ചെയ്ത് ഒരു 20,000 നമ്പർ ഓഫ് ഷെയർസ് ഒരു ട്രസ്റ്റിന്, അപ്പോൾ ഇറ്റ് വാസ് എ CLT, അപ്പോൾ ട്രസ്റ്റിന് ഒരു 20,000 ഷെയർസ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ IST കാൽക്കുലേഷനാണ്. സോ നമുക്ക് അതിൻ്റെ സിനാരിയോ ഒന്ന് നോക്കാം. യെസ്, അപ്പോൾ അതിൻ്റെ സിനാരിയോ, I established a discretionary trust for the benefit of my niece and nephew on 1st August 2014. ഓക്കെ, അപ്പോൾ 2014 എടുത്തിട്ടുള്ളൊരു ഡിസ്ക്രിഷണറി ട്രസ്റ്റാണ്. സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക്രിഷണറി ട്രസ്റ്റാണ്. അപ്പോൾ പിന്നീട് പറയുന്നത് ഐ ഓൺ ഷെയർസ് ഇൻ ഡെക്സിൽ ലിമിറ്റഡ് and on 1st November 2025, I'm planning to give 20,000 of the shares to the trust. After I have made the gift, I'll still own 60,000 shares, 60% of the company. അപ്പോൾ 20,000 ഷെയർസ് കൊടുക്കാൻ തീരുമാനിച്ചു, പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ 20,000 ഷെയർസ് കൊടുത്താൽ ആഫ്റ്റർ ഗിവിങ് ദിസ് ഷെയർസ് 60,000 ഷെയർസ് ആളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഷെയർസ് 80,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ 60,000 ഷെയർസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി 60% ഓഫ് ദി കമ്പനി. അപ്പോൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 80,000 എന്ന് പറഞ്ഞാൽ 80% ഓഫ് കമ്പനി ആയിരിക്കും. ഓക്കെ, ദെൻ യു ഹാവ് ഓൾറെഡി അഡ്വൈസ് മീ ദാറ്റ് ദീസ് ഷെയർസ് ആർ നോട്ട് റെലവൻറ്റ് ബിസിനസ് പ്രോപ്പർട്ടി ഫോർ ദി പേർപ്പസ് ഓഫ് ബിസിനസ് പ്രോപ്പർട്ടി റിലീഫ്. അപ്പോൾ ഇതിന് BPR കിട്ടുന്ന ഷെയർസ് അല്ല, ഡ്യൂ ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെക്സിൽ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ നമുക്ക് എല്ലാ ഷെയറുകൾക്കും BPR കിട്ടൂലല്ലോ. അപ്പോൾ ഈ ഷെയറുകൾ എന്തല്ല, BPRന് ക്വാളിഫൈ ചെയ്യുന്ന ഷെയർ അല്ല എന്നുള്ളത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BPRനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അക്കോർഡിംഗ്ലി ഐ ആം aware ദാറ്റ് ദി ഗിഫ്റ്റ് ഓൺ 1st November 2025 may result in an inheritance tax liability. If I decide to make the gift, I will pay any IST due and I need to know by when such amount would fall due. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് IHT ഇവർ ഡോണർ തന്നെയാണ്. അപ്പോൾ IHT പേ ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റിലേക്ക് ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അപ്പോൾ ഡോണർ തന്നെ IST പേ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഐ ഹാവ് മെയ്ഡ് ദി ഫോളോയിങ് ഗിഫ്റ്റ്സ് ഇൻ ദി പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിൽ ഇയാൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്, ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന എപ്പോഴാണ്, ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് 1st November 2025 ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പ്രീവിയസ്ലി, അപ്പോൾ വിത്തിൻ 7 ഇയറിനുള്ളിൽ ഏതൊക്കെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ദർ വാസ് എ ഗിഫ്റ്റ് ഇൻ 2015 ഗിഫ്റ്റ്, ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ. ദെൻ February 21 അത് പെറ്റാണ്. അപ്പോൾ ഈ CLT ചെയ്യുമ്പോൾ പെറ്റ്, പ്രീവിയസ് 7 ഇയറിലെ പെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം പെറ്റ് ചാർജബിൾ അല്ല ലൈഫ് ടൈമിൽ. പിന്നെ അതേപോലെ 1st May 2021 അഡീഷണൽ ക്യാഷ് ടു ട്രസ്റ്റീസ്. അപ്പോൾ ഒരു CLT 21 ഒരു CLT നടത്തിയിട്ടുണ്ട്, എമൗണ്ട് ഓഫ് 170. ദെൻ 25 സിസ്റ്റർക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് 45. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റിൻ്റെ വാല്യുവേഷൻ ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് എത്ര എമൗണ്ടിൻ്റെ ഗിഫ്റ്റാണ് കൊടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഷെയർ അല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻ നമ്മൾ എടുക്കുമ്പോൾ വാല്യൂ ഓഫ് ദി ഗിഫ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിഫോർ ട്രാൻസ്ഫർ എത്രയുണ്ട്, ആഫ്റ്റർ ട്രാൻസ്ഫർ എത്രയുണ്ട്, ദി വർത്ത് ഓഫ് ദി അസെറ്റ്, വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ഡിമിനിഷൻ ഹാപ്പൻഡ് ആഫ്റ്റർ മേക്കിംഗ് ദി ഗിഫ്റ്റ്. അപ്പോൾ അതാണ് ഈ വാല്യൂ ഓഫ് ദി ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ബിഫോർ ട്രാൻസ്ഫർ ആളുടെ കയ്യിൽ 80,000 ഷെയർസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 80,000 ഷെയർസ് മീൻസ് ഇറ്റ്സ് 80% ഓഫ് ദി കമ്പനി. അപ്പോൾ 80% ആണ് കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് ഉള്ളതെങ്കിൽ ഫോർ ഈച്ച് ഷെയർസ് ഹാവിങ് എ വാല്യൂ ഓഫ് 24 pounds. So before transfer, it will be 80,000 into 24. It was the value. Then after transfer, the shareholding is reduced to 60%. Okay, so the valuation will be 17 pound. Between 51 and 74%, the value of per share will be 17 pound. So after transfer, 60,000 shares was there and each share is having a value of 17 pound. So there was a reduction in the value.
So the value of the gift will be the difference between these two. So 900,000 is the value of the gift. അപ്പോൾ ഇയാൾ കൊടുത്ത ഗിഫ്റ്റിന്റെ വാല്യൂ 900,000 വാല്യൂ ഉള്ള ഗിഫ്റ്റാണ് ആള് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആനുവൽ എക്സംഷൻ കൗണ്ട് ചെയ്യണം എന്ന് എസ്പെഷ്യലി റിക്വയർമെന്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആനുവൽ എക്സംഷൻ 0 ആയിരിക്കും, ആനുവൽ എക്സംഷൻ കിട്ടില്ല. ബിക്കോസ് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഹീസ് പ്ലാനിങ് ടു ഗിവ് ദിസ് ഷെയർസ് ഓൺ 1st November 2025. ഓക്കെ, 25-26 ടാക്സ് ഇയറിലാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്, ഇൻ നവംബർ. ദെൻ ഇൻ ദി സെയിം ടാക്സ് ഇയർ, ഇൻ പ്രീവിയസ് 2-3 months ബാക്ക് ജൂലൈയിൽ, അല്ലെ, ഒരു 5 months ബാക്ക് ജൂലൈയിൽ, ഇൻ ദി സെയിം ടാക്സ് ഇയർ സിസ്റ്റർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടാക്സ് ഇയറിൽ ഫസ്റ്റ് ഗിഫ്റ്റ് ഓൾറെഡി ഷി ഹാഡ് മെയ്ഡ് ദി ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്തായിട്ടുണ്ടാവും? ഓൾറെഡി ഈ ഇയറിൽ ആനുവൽ എക്സംഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആനുവൽ എക്സംഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 900,000 ആണ് ചാർജബിൾ ട്രാൻസ്ഫർ. ചാർജബിൾ ട്രാൻസ്ഫർ 900,000 ആണ്. ഇതിൻ്റെ മേലെ നമുക്ക് IST കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ IST കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? NRB ഡിഡക്ട് ചെയ്യാം. അപ്പോൾ NRB നമ്മൾ എങ്ങനെയാണ് ഡിഡക്ട് ചെയ്യുക? NRB ഡിഡക്ട് ചെയ്യുന്നത് 325,000 മൈനസ് ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് ഇൻ ദി പ്രീവിയസ് 7 years. അപ്പോൾ പ്രീവിയസ് 7 ഇയറിൽ ഈ ട്രാൻസ്ഫർ നടക്കുന്നത് 2025 നവംബറിലാണ്. അപ്പോൾ പ്രീവിയസ് 7 ഇയറിൽ ജൂലൈയിൽ ഒരു ട്രാൻസ്ഫർ ഉണ്ട് സിസ്റ്റർക്ക്. അപ്പോൾ ലൈഫ് ടൈമിൽ പെറ്റ് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആ സിസ്റ്റർക്ക് കൊടുത്ത ഗിഫ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് ചാർജബിൾ ഇൻ ദി ലൈഫ് ടൈം. ദെൻ അതിനു മുമ്പ് 2021 അത് വിത്തിൻ 7 ഇയർ അല്ലേ, 21 എന്ന് പറയുന്നത് വിത്തിൻ 7 ഇയർ, ഒരു CLT ഉണ്ട്, ഒരു പെറ്റും ഉണ്ട്. അപ്പോൾ പെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യൂല, CLT മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അവിടുത്തെ CLT എന്ന് പറയുന്നത് 170,000 ആണ് CLT. അപ്പോൾ ഈ 170,000ന്റെ CLT നടത്തി. അപ്പോൾ ഈ 170 ചാർജബിൾ ആവില്ലല്ലോ, അല്ലേ? അത് മെയ് 21 ഈ 170 കൊടുക്കുന്നത്. അപ്പോൾ ഈ 170 ചാർജബിൾ ഗിഫ്റ്റ് ആവില്ല, അതിൽ നിന്ന് ആനുവൽ എക്സംഷൻ കുറയും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 3,000 മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 170,000 മൈനസ് 3,000, സോ ഇറ്റ് വിൽ ബി 167,000. 167,000 ആയിരിക്കും ഇവരുടെ ചാർജബിൾ ട്രാൻസ്ഫർ ഇൻ ദി പ്രീവിയസ് 7 years. ഓക്കെ, സോ 158,000 നിൽ റേറ്റ് ബാൻഡ് ഇവർക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 158,000 നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം നമുക്ക്. 325,000 നമ്മൾ എടുത്തു, അതിൽ നിന്ന് മൈനസ് 170,000 മൈനസ് 3,000. ഓക്കെ, 167 നമ്മൾ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് 158. ഓക്കെ, അപ്പോൾ 190,000 നിന്ന് 158 പോയി കഴിഞ്ഞാൽ 742. ദെൻ IST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, IST വിൽ ബി 25%. ഓക്കെ, ലൈഫ് ടൈം CLTയിൽ ഡോണർ തന്നെ ടാക്സ് പേ ചെയ്യുമ്പോൾ 25% ആണ് IST വരിക. സോ 25% IST വരും. ഓക്കെ, 185,500 IST വരും. ഓക്കെ, ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്തോ ഡ്യൂ ഡേറ്റും കൂടി പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാൽക്കുലേഷൻ ഇതിൽ. അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു. പിന്നെ നമ്മളോട് ഇതിലെ ഡ്യൂ ഡേറ്റ്, പേയ്മെൻറ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈമിലെ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? വിത്തിൻ നമ്മൾ ഫ്രം ദി മന്ത് എൻഡ് മുതൽ വിത്തിൻ 6 months. ഓക്കെ, അപ്പോൾ 6 months ഫ്രം ദി എൻഡ് ഓഫ് ദി മന്ത് ഇൻ വിച്ച് ദി ഗിഫ്റ്റ് വാസ് മെയ്ഡ്. ഗിഫ്റ്റ് കൊടുത്ത മന്തിൻ്റെ എൻഡ് മുതൽ 6 months. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ്? 1st November 25. 1st November 25 ആണെങ്കിലും നമ്മൾ December 1st തൊട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. സോ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. സോ 31st May 2026 ഇതാണ് പേയ്മെൻറ്റ് ഡേറ്റ്. പിന്നെ നമ്മളോട് ബ്രീഫ് എക്സ്പ്ലനേഷൻ, അപ്പോൾ ഈ ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഡേറ്റിൻ്റെ എക്സ്പ്ലനേഷനും കൂടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പേയ്മെൻറ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് കൊടുക്കണം. പേയ്മെൻറ്റ് ഡേറ്റിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻ ആണ്, ഫുൾ ബ്രീഫിംഗ് അല്ല. സെപ്പറേറ്റ് ആയിട്ട് ആ പേയ്മെൻറ്റ് ഡേറ്റിൻ്റെ കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ദി
IHT arising in lifetime transfers will be due in 6 months from the end of the month in which the gift was made. ഈ സംഭവം നമ്മളങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഗിഫ്റ്റ് കൊടുത്ത മന്ത് മുതൽ 6 മന്തിനുള്ളിലാണ് ലൈഫ് ടൈമിലെ IHT ഡ്യൂ ആവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് 8 മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ആണ്. ഇതും വളരെ ഈസിയാണ്. ഇത്രയും കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 റിക്വയർമെൻറ്റ്സ് മാത്രം നോക്കുമ്പോൾ ഇതിൽ നമുക്ക് 14 മാർക്ക്, നമുക്ക് ഈ 50 മാർക്കിൽ 40 മാർക്കാണല്ലോ എക്സ്പ്ലനേഷൻ, നമ്മുടെ കണ്ടന്റിനുള്ള മാർക്ക്. അപ്പോൾ ഈ 2 റിക്വയർമെൻ്റ് തന്നെ 14 മാർക്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഇനീഷ്യലി ഉള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും പിന്നീടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഈ ഫൈനൽ റിക്വയർമെൻറ്റിൻ്റെ ആൻസർ. അപ്പം ഇനി നമുക്ക് എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ റിക്വയർമെൻറ്റ്സിൻ്റെ ആൻസറിൻ്റെ നമ്പർ കറക്റ്റായിട്ട് ഇടുക. ഓക്കെ, ആൻസറിന് നമ്മുടെ ആ ഒരു സ്ട്രക്ചറിനുള്ള മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ നമ്പേഴ്സ് കറക്റ്റായിട്ട് ഇടുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ്, ഇത് ബിയിൽ ഡിയിലെ സെക്കൻഡ് റിക്വയർമെൻറ്റ്, അപ്പോൾ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഞാനിവിടെ ഇട്ടു. ദെൻ എന്താണ് ആ സാധനം എന്നുള്ളതും കൂടി ഒന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതായത് ഈ റിക്വയർമെൻറ്റിൽ ഒരു സാധനം പറയുന്നുണ്ടല്ലോ, ഇത് ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ഇത് നമ്മുടെ ആൻസറിൽ വരണം. ഓക്കെ, അപ്പോൾ എന്താണ് ആ റിക്വയർമെൻറ്റ് എന്നുള്ളത് പറഞ്ഞിട്ട് വേണം, നമ്മളതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ആൻസർ കൊടുക്കാൻ. അപ്പോൾ സ്ട്രക്ചറിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ കാൽക്കുലേഷൻ മതി, അതിൽ വലിയ എക്സ്പ്ലനേഷൻസ് കൊണ്ടുപോയിട്ട് ഇടണ്ട. ഓക്കെ, പിന്നെ നമ്മളോട് ഈ ഓരോ റിക്വയർമെൻറ്റും സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ കുറേ നാളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഓരോ റിക്വയർമെൻറ്റിലും സ്പ്ലിറ്റ് ചെയ്ത് ആ റിക്വയർമെൻറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേ ഓർഡറിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ കാൽക്കുലേഷൻ ആണ് റിക്വയർമെൻ്റ് എങ്കിൽ അതിൻ്റെ ആൻസർ മൊത്തം എക്സലിൽ തന്നെ ചെയ്യുക. ദെൻ എക്സ്പ്ലനേഷൻ ആണ് റിക്വയർമെൻ്റ് എങ്കിൽ എക്സ്പ്ലനേഷൻസ് എല്ലാം എക്സലിൽ തന്നെ ചെയ്യുക. അതിൻ്റെ സപ്പോർട്ടിങ് കാൽക്കുലേഷൻസ് വേർഡിൽ, എക്സ്പ്ലനേഷൻസ് എല്ലാം വേർഡിൽ ചെയ്യുക. ദെൻ എക്സ്പ്ലനേഷൻ ക്വസ്റ്റിനിൽ സപ്പോർട്ടിങ് കാൽക്കുലേഷൻസ് വേർഡിൽ തന്നെ സോൾവ് ചെയ്യുക. ഇനി വലിയ കാൽക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ മാത്രം എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് റെഫറൻസ് വയ്ക്കാം. ഓക്കെ, അത് റെഫറൻസ് വേർഡിൽ റെഫറൻസ് പറഞ്ഞുകൊണ്ട് ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മതി. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സാംസിന് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. സെക്ഷൻ എയിൽ വേറെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്ന മെയിൽ, അതേപോലെ മെമ്മോറാണ്ടം, ക്ലയൻറ്റ് ഫയൽ, നോട്ട്, ഈ 4 സാധനങ്ങളെ നമുക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ക്ലയൻറ്റ് ഫയൽ ആണെങ്കിലും മെമ്മോറാണ്ടം ആണെങ്കിലും നോട്ടാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ്. ഓക്കെ, പിന്നെ മെയിലിനുള്ള റിപ്ലൈ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുള്ളൂ, ആ ഒരു ടു ആർക്കാണ്, ഫ്രം ആർക്കാണ്, ആ ഒരു സംഭവം അഡീഷണലി വരാനുള്ളൂ. അല്ലാതെ നമുക്ക് ഓർത്ത് വെക്കേണ്ട സ്ട്രക്ചേഴ്സ് വേറെ ഒന്നുമില്ല. ഇതിൽ 4 ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ എക്സാമിന്. ഓക്കെ, വേറെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ റിക്വയർമെൻറ്റിനനുസരിച്ച് ആൻസർ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഡിസംബർ സെഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആക്കണോ? ഏതാണെങ്കിലും ഇപ്പോൾ TXന് റീസെൻ്റ്ലി ഉള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. കാരണം TXൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സെയിം പാറ്റേൺ തന്നെയാണ്. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ നോക്കുക. എപ്പോഴും നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ്, നമ്മൾ ഈ കപ്ലാൻ കിറ്റ് നോക്കുമ്പോൾ കപ്ലാൻ കിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു അത് ഇൻഡെക്സിൽ തന്നെ തരുമായിരിക്കും. എപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തതെന്നുള്ളത് ഇൻഡെക്സിൽ തന്നെ കാണും. ഒരു സെക്കൻഡ്.
ആ ഇപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇൻഡെക്സ് ഒന്ന് എടുത്ത് നോക്ക്. ഇപ്പോൾ സെക്ഷൻ എ ക്വസ്റ്റ്യൻ്റെ ഇൻഡെക്സിൽ ഏത് സെഷനിൽ ഇത് ടെസ്റ്റ് ചെയ്തു എന്നുള്ള തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി ഉള്ള ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഏറ്റവും ഓൾഡർ ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പാറ്റേണിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ഉള്ള എക്സാം ക്വസ്റ്റ്യൻ ആണെങ്കിലും കുറച്ച് ഏർലിയർ ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ ആണെങ്കിലും ATXൻ്റെ ഒരു ക്വസ്റ്റ്യനിങ് പാറ്റേണിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, പാറ്റേൺ ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ ആയിരിക്കും. പിന്നെ എക്സാംസിന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് ഉണ്ടാവുകയില്ല. ഓൾമോസ്റ്റ് ഒരു 75% നമ്മൾ പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്ന് സെറ്റാക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ക്വസ്റ്റൻ അപ്പോൾ ചെറിയ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതെങ്കിലും ആൻസറിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എക്സ്പ്ലനേഷൻ എങ്ങനെ ചെയ്യണം, ഈ ഒരു സംഭവം ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. പിന്നെ കാൽക്കുലേഷൻ ആകുമ്പോൾ കാൽക്കുലേഷൻ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരാറില്ല. കാരണം നമ്മുടെ കാൽക്കുലേഷൻസ് ഓൾമോസ്റ്റ് സുഖമാണ്. ഈ തിയറിറ്റിക്കലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമുക്ക് മിക്കപ്പോഴും ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഓരോ കണ്ടന്റുകളും നമ്മളിപ്പോൾ ഒരുവിധം മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് സിമിലർ ആണ്. ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലിപ്പോൾ ഇൻകം ടാക്സിൽ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സിലെ ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇതിൽ ആ ട്രേഡിംഗ് ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ, ക്യാപിറ്റൽ അലവൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ, അങ്ങനെ കോറായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും മിക്കവാറും ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആൻസർ ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന എക്സാം പേപ്പർ അല്ല, റീസെൻ്റ്ലി ഉള്ള എക്സാം പേപ്പർ എടുത്താലും പ്രീവിയസിലുള്ള എടുത്താലും പാറ്റേൺ ഒക്കെ സെയിം തന്നെയായിരിക്കും. നമ്മൾ ആൻസർ ചെയ്യേണ്ട രീതിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷൻ എ ആയാലും ബി ആയാലും അത് തന്നെ ഫോക്കസ് ചെയ്യാം. ഇനി മെയിൽ. ഓക്കെ, മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെയിലിനുള്ള റെസ്പോൺസ് ആണ് പറയുന്നത്. മെയിലിനുള്ള റെസ്പോൺസ് റീസെൻ്റ്ലി ഉള്ള എക്സാംസിൽ ഒന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് സെഷനല്ല, കഴിഞ്ഞൊരു 1-2 വർഷങ്ങളായിട്ട് മിക്കവാറും നമ്മുടെ സെഷനിലും മെമ്മോറാണ്ടോ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഫയലോ ആണ് പ്രിപ്പയർ ചെയ്യാൻ പറയാറ്. ഇനി ഇൻ കേസ് ബൈ റയർ ചാൻസ് നമുക്ക് മെയിലിനുള്ള റെസ്പോൺസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രം ആരാണ്, ഓക്കെ, നമ്മൾ ആരാണ്, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുമല്ലോ ഇപ്പോൾ ടാക്സ് മാനേജർ ആണോ സീനിയർ ആണോ എന്താ സാധനം എന്നുള്ളത് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളത് വെക്കുക. ടു ആർക്കാണ് ഇത് പോകുന്നതെന്ന് കാണിക്കുക. ടു ആർക്കാണ്, ടാക്സ് മാനേജർക്കായിരിക്കും മിക്കവാറും ഉണ്ടാവുക, ചിലപ്പോൾ ക്ലയൻസിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടു ആർക്കാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നതിനനുസരിച്ച് ഫ്രോമും ടൂവും വെക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പിക്ക് വെക്കുക. ഓക്കെ, ദെൻ ഈ ടോപ്പിക്ക് വെച്ചിട്ട് പിന്നെ താഴെ ടോപ്പിക് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. താഴെ പിന്നെ നേരെ നമ്മുടെ ആൻസേഴ്സ് ആണ് വരിക. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പോൾ പ്രീവിയസ്ലി ഈ മെയിൽസ് ടെസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു റിക്വയർമെൻറ്റ് മാത്രമായിരിക്കും മെയിൽ ഉണ്ടാവും. അത് കംപ്ലീറ്റ് എല്ലാത്തിനും കൂടിയിട്ട് ഒറ്റൊരു മെയിൽ ആയിരിക്കില്ല, ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് മാത്രമായിരിക്കും മെയിൽ ഉണ്ടാവുക. അപ്പോൾ ആ മെയിൽ കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ നമ്മൾ ഇതിൻ്റെ കൺക്ലൂഷനും കൊടുക്കണം. ഒരു സെക്കൻഡ്. അപ്പോൾ ഏറ്റവും താഴെ ആ മെയിലിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ നമ്മൾ പറയില്ലേ സിൻസിയർലി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, നമ്മൾ ആരാണ് ആ സംഭവം ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മെയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, വളരെ കുറവാണ്. ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി മെയിൽ അയക്കുന്ന പോലെ ഫ്രമും ടൂവും ടോപ്പിക്കും വെക്കുക, ആൻസർ ചെയ്യുക. ആൻഡ് ഏറ്റവും ലാസ്റ്റ് സിൻസിയർലി അല്ലെ താങ്ക്ഫുള്ളി നമ്മൾ ആരാണോ അത് മെൻഷൻ ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ, വേറെ സ്ട്രക്ചർ ഒന്നുമില്ല, നമ്മുടെ നോർമൽ മെയിലിൻ്റെ സെയിം സ്ട്രക്ചർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ, ഞാനത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഞാൻ ആക്ച്വലി വിട്ടുപോയതാണ്. നമ്മൾ ഈ കപ്ലാൻ കിറ്റിൽ കവർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ കൊടുത്ത സെയിം തന്നെയാണ്. അതൊന്നും കൂടെ ഒന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇടാം. PDF ഉണ്ട്, ഒന്നും കൂടി ഒന്ന് ചെക്ക് ആക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, ഓക്കെ, 10 കഴിഞ്ഞു അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ചെയ്യാം. അപ്പം ഇന്ന് നമ്മളൊരു സെക്ഷൻ എ ആണ് കവർ ചെയ്തത്. അപ്പം ഇനി നാളെ നമ്മൾ സെക്ഷൻ ബി ആയിരിക്കും കവർ ചെയ്യുക. 2 സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മാരത്തോൺ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ സെക്ഷൻ എ കഴിഞ്ഞു, ഇനി നാളെ 2 സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് നമ്മൾ കപ്ലാൻ കിറ്റിലെ
ക്വസ്റ്റ്യൻ ആട്ടോ എടുക്കുന്നത്. കപ്ലാൻ കിറ്റിലെ മോക്ക് എക്സാമേ നമുക്ക് കിട്ടുന്നുള്ളൂ, സ്റ്റഡിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കപ്ലാൻ കിറ്റിലെ മോക്ക് എക്സാമിലെ ബാക്കി 2 ക്വസ്റ്റ്യൻസ് ആണ് നാളെ നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നാളെ ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സീ യു.